നമസ്കാരം. സ്വിംഗ് ട്രേഡിംഗ് പഠിക്കാൻ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേനും ഒരുപാട് ട്രേഡിംഗ് സ്റ്റൈൽസ് ഉണ്ട്. നമ്മുടെ ക്യാപിറ്റലിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ROI ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ അകത്തൊരു സിംഗിൾ മെത്തേഡാണ് സ്വിംഗ് ട്രേഡിംഗ്. ഈ സ്വിംഗ് ട്രേഡിംഗ് എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ ഫുൾ ടൈം ആയിട്ട് ജോബ് ചെയ്യുന്നവരാണെങ്കിലും പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഈ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു കോഴ്സ് ഓരോ സെക്ഷൻസും ചെയ്തിരിക്കുന്നത് ഒരു ബിഗിനർ ആണെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ നിൽക്കുന്നയാളാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു എഫോർട്ട് എടുക്കണം ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്യാപിറ്റലിൻ്റെ ROI ബൂസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം അതൊരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ബിസിനസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ നടത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന ട്രേഡിംഗ് സ്റ്റൈൽ നമ്മൾ മാർക്കറ്റിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാർട്ടിങ്ങിൽ നല്ല എഫോർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ 100% ഡെഡിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ഓരോ ആൾക്കാരും ഒരു നല്ലൊരു ROI, ഒരു മിനിമം ഒരു 30 to 40% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇയർലിയിൽ ജനറേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടെ എഫോർട്ട് ഉണ്ടെങ്കിൽ അത് സാധിക്കും. ഓക്കെ, എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ പേര് ജിബിൻ. ഞാനൊരു ഇടുക്കിക്കാരനാണ്. ഫുൾ ടൈം ആയിട്ട് ജോബ് ചെയ്യുന്ന ഒരാളാണ്. ജസ്റ്റ് പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ട്രേഡിംഗ് സ്റ്റൈൽസും ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ട്രേഡിംഗ് സ്റ്റൈൽസും ഞാൻ അഡോപ്റ്റ് ചെയ്യുന്നത് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാനൊരു കംപ്ലീറ്റ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മാർക്കറ്റിൽ നിന്ന് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പം ഒരുപക്ഷെ സ്വിംഗ് ട്രേഡിങ് മറ്റാരുടെയെങ്കിലും എടുത്താണ് പോയി പഠിക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഓവറോൾ ഒരു കോൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പം ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഇതിലും നല്ല രീതിയിൽ ചെയ്യാൻ ഒരു കേപ്പബിലിറ്റി ഉണ്ടാകുന്ന സമയത്ത് ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ബട്ട് ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോ കാര്യത്തിനും അതിൻ്റേതായ മീനിങ് ഉണ്ട്, പവർ ഉണ്ട്. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഈ ഒരു കോഴ്സ് കാണാൻ വരുന്ന സമയത്ത് ഇത് വെറുതെ ഇരുന്ന് കണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള കോഴ്സല്ല. നമ്മുടെ റിയൽ മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ശേഖരിച്ചിരിക്കുന്ന എമൗണ്ട് മാർക്കറ്റിലേക്ക് ഇട്ട് നമ്മൾ ട്രേഡ്സ് എടുക്കാൻ പോവുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിൽ എന്താണ്, നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു കോഴ്സ് കണ്ട് മുമ്പോട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു നോട്ട്ബുക്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരുപക്ഷെ മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്വന്തമായിട്ട് ആ ഒരു ഡൗട്ട് ക്ലിയർ ആവും. അതല്ല, ഡൗട്ട് ക്ലിയർ ആകുന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കിട്ടും. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നെ പറ്റുന്ന രീതിയിൽ മാക്സിമം ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു എൻറ്റയർ കോഴ്സിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന്. അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാം? ഫണ്ടമെൻ്റൽ അനാലിസിസ് വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റോക്സിൽ ഏതൊരു ലെവലിൽ എൻട്രി എടുക്കണം, ഏതൊരു ലെവലിൽ എക്സിറ്റ് ആകണം, എങ്ങനെ മണി മാനേജ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ടെക്നിക്കൽ അനാലിസിസിലൂടെ. ഓക്കെ, അപ്പം നമ്മൾ ചാപ്റ്റർ 1 ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കും. അതിനുശേഷം ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ അകത്ത് 9 ലെസൺസ് ആണുള്ളത്. ഒന്നാമത്തെ ലെസൺ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ചാപ്റ്റർ 2 എന്താണ്? റവന്യൂ എന്താണ്, പ്രോഫിറ്റ് എന്താണ്, ഏണിങ്സ് പെർ ഷെയർ എന്താണ്, ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്താണ്.
അപ്പം ഇത്രയും കാര്യം ഫണ്ടമെൻ്റൽ അനാലിസിസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിലേക്ക് പോകുമ്പോഴത്തേനും പഠിക്കും. അപ്പം ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് 52 വീക്ക് ഹൈ, ഇമ്പോർട്ടൻസ് ഓഫ് വോളിയം ചേഞ്ച് വീക്ക്ലി ആൻഡ് ഡെയിലി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ പഠിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം ആശയങ്ങളെല്ലാം നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അപ്പം ഒരു ഡൗട്ടുണ്ട്, ഈ ഒരു കാര്യങ്ങൾ ഓരോ സ്റ്റോക്കിലും പോയി നമ്മൾ ചെക്ക് ചെയ്യുമെന്ന്. ഇല്ല, നമ്മൾ ചെക്ക് ചെയ്യത്തില്ല. കാരണം എന്താണ്, നമുക്ക് മുമ്പിൽ മാർക്കറ്റിൽ ആയിരക്കണക്കിന് സ്റ്റോക്കുകളുണ്ട്, 5000 സംതിങ് സ്റ്റോക്കുകളുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ഇത്രയും സ്റ്റോക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ കയ്യിലൊരു മിഷനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് സ്ക്രീനറുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് നമ്മുടെ ഫ്രണ്ടിൽ വരുവാണെങ്കിൽ അത്ര എളുപ്പമായില്ലേ. അപ്പം അങ്ങനെ ഒരു ഫ്രീ സ്റ്റോക്ക് സ്ക്രീനർ നമ്മൾ 9ാമത്തെ ലെസണിൽ പഠിക്കും. അപ്പം ഈ ഒരു 1ാമത്തെ ലെസൺ തൊട്ട് ഈ ഒരു 8ാമത്തെ ലെസൺ വരെ നമ്മളൊരു സിംഗിൾ വീഡിയോയിലാണ് ചെയ്യുന്നത്, ടോട്ടലായിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഈ ഒരു 9ാമത്തെ ഈ ഒരു ലെസൺ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ടെക്നിക്കൽ അനാലിസിലേക്ക് പോകുമ്പോഴത്തേനും ഓരോ ലെസൺസും സെപ്പറേറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം ടെക്നിക്കൽ അനാലിസിന് ഒരുപാട് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഫണ്ടമെൻ്റൽ അനാലിസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് ഓരോ ടോപ്പിക്സും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും ലെസണിൻ്റെ അകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ലെസൺ എടുത്ത് പഠിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് പഠിക്കാം. 1ാമത്തെ ലെസണിലേക്ക് കിടക്കാം. Importance of fundamental analysis. Fundamental analysis help us to identify good quality stocks and are more likely to outperform in the long run. ഇവിടെ അതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫണ്ടമെൻ്റൽ അനാലിസിസ് ഹെൽപ്പ് us to identify good quality stocks. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഗുഡ് ക്വാളിറ്റി സ്റ്റോക്സ്, നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആവശ്യമുണ്ട്. അപ്പം ഫണ്ടമെൻ്റൽ അനാലിസിസ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ആരാണ്? സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല, നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് കണ്ടെത്തുന്നു. അപ്പം അവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാതെ A to Z കാര്യങ്ങളൊന്നും നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിന് ചെയ്യുന്നില്ല. അത്രയും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്റ്റോക്കുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ക്വാളിറ്റിയുള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിക്കുന്നത്, 1ാമത്തെ കാര്യം. അതുപോലെ തന്നെ ആ ഒരു സ്റ്റോക്കുകളുടെ സ്വഭാവം എന്താണ്? ഒരു ലോങ് ടൈമിൽ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ മുകളിലേക്കാണ് പോകത്തുള്ളൂ. അത് ഇതുവരെ മാർക്കറ്റിൽ കണ്ട ഒരു കാര്യമാണ്, റിയാലിറ്റിയാണ്. നമ്മൾ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്കുകൾ ഒരു ലോങ് ടൈമിൽ മുകളിലേക്കാണ് പോകത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു സ്റ്റോക്ക് 2005 ഈ ഒരു റീജിയനിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിങ്ങനെ മുകളിലേക്ക് പോയി ചെറിയ കറക്ഷൻസ് ഉണ്ടായി, വീണ്ടും മുകളിലേക്ക് പോയി കുറച്ച് താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു. ഇങ്ങനെ കൊറോണയിൽ ക്രാഷ് ഉണ്ടായി, വീണ്ടും ഇത് ഹൈ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു സ്റ്റോക്ക്, ക്വാളിറ്റിയുള്ള സ്റ്റോക്സ് ഒരു ലോങ് ടൈമിൽ മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് തരും. അപ്പം നമ്മൾ ഈ ഒരു ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന സ്റ്റോക്ക് എടുക്കാൻ കാരണം എന്താണ്? ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് നമ്മൾ പിക്ക് ചെയ്യുന്നതെങ്കിൽ അത് മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പം ആ ഒരു പ്രോബബിലിറ്റി അത് നമ്മുടെ വിന്നിങ് പ്രോബബിലിറ്റി ഓർ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി ഉള്ള സ്റ്റോക്സിൽ ഏറ്റവും ബെസ്റ്റ് എൻട്രി കണ്ടെത്തുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് തന്നെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റോക്കിൽ പോയിട്ട് ടെക്നിക്കൽ അനാലിസിസ് നടത്തി എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കിൽ പോകാതെ കുറച്ച് ക്വാളിറ്റി ഉള്ള സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത് എന്താണ്? നമുക്ക് ലോങ് ടൈമിൽ സ്റ്റോക്ക് പതുക്കെ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വന്നാലും അത് മുകളിലേക്ക് പോയി. അപ്പോൾ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കിൽ നമ്മൾ ഏതൊരു പോയിന്റിൽ എൻട്രി എടുത്തു കഴിഞ്ഞാലും അതും വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, പ്രോബബിലിറ്റി കൂടുതലാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു.
ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോസൊക്കെ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും, പക്ഷേ ഞാൻ മാക്സിമം നിങ്ങൾക്ക് 100% ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ തിയറിറ്റിക്കലായിട്ട് പഠിച്ചതിന് ശേഷം ലൈവ് ചാർട്ടിൽ വന്ന് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബജാജ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ ഇടയ്ക്കുള്ള സ്റ്റോക്കാണ്, നമ്മുടെ ചുറ്റുപാടുള്ള ഒരു സ്റ്റോക്കാണ്. അതിമനോഹരമായിട്ട് കമ്പനി ഗ്രോ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അതനുസരിച്ച് ഇത് കണ്ടോ, സ്റ്റോക്കിൻ്റെ പ്രൈസിൽ കണ്ടോ, സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ട്, ഇവിടേക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. കൊറോണയിൽ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടോ, കൊറോണയുടെ ക്രാഷ് ആ ടൈം കഴിഞ്ഞതിന് ഒട്ടനെ തന്നെ തിരിച്ച് വീണ്ടും മുകളിലേക്ക് പോയി ഹൈയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഹൈ ഇവിടം വരെയാണ്, അപ്പോൾ ഹൈയോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് മുകളിലേക്കുള്ള കണ്ടിന്യൂവേഷൻ നമുക്ക് തരും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്കാണ് RK Forge. ഈ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ RK Forge ഈ ഒരു സ്റ്റോക്ക് 2005 സ്റ്റാർട്ട് ചെയ്ത സ്റ്റോക്കാണ്. അപ്പം കുറേ വർഷങ്ങൾ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നു, 2010 തൊട്ട് 2015 വരെ. ഈ ഒരു 5 വർഷക്കാലയളവിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽ ഇത്ര സ്ട്രോങ് അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയി, നല്ല റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റോക്ക് മുകളിലേക്ക് പോകാൻ തുടങ്ങി. കറക്ഷൻ ഉണ്ടായി, വീണ്ടും മുകളിലേക്ക് താഴോട്ട് പോന്നു. അതിനുശേഷം എന്താണ്, വീണ്ടും നല്ല റിപ്പോർട്ട്സ് വന്നു കഴിഞ്ഞപ്പം സ്റ്റോക്ക് അതിമനോഹരമായിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് നമുക്ക് ഫണ്ടമെൻ്റലി ആ ഒരു സ്റ്റോക്ക് ആ ഒരു ടൈം പീരീഡിൽ, ഇപ്പം 2020 തൊട്ടുള്ള ടൈം പീരീഡിൽ നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഷോ ചെയ്യുന്നുണ്ട് ഡേറ്റ എങ്കിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റം തരും. ഓക്കെ, അപ്പം ഒരുപക്ഷെ ഒരു സ്റ്റോക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരിക്കും, അതിനുശേഷം അത് ഫണ്ടമെൻ്റലി വീക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അത് താഴോട്ട് പോരും. അതിനുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത എക്സാമ്പിളിലേക്ക് വന്നു. യെസ് ബാങ്ക് നമുക്ക് എല്ലാവർക്കും പേര് കേട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പം നമുക്ക് 2005 ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഈ ഒരു റീജിയനിലായിരുന്നു, അതിനുശേഷം പതിയെ അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും മുകളിൽ വരെ എത്തിയത്. അതിനുശേഷം അത് ഫണ്ടമെൻ്റലി വീക്ക് ആവുന്ന സിറ്റുവേഷനിൽ ഇത് കണ്ടോ, താഴോട്ട് പോകുന്നത് കണ്ടോ, ഇങ്ങനെ താഴോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് എല്ലാ ടൈമിലും അത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ അതിൻ്റെ ഡേറ്റ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ആ ഒരു സ്റ്റോക്ക് ഇതുവരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണെങ്കിൽ ഇനിയും മുകളിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലേക്ക് അത് സ്ട്രോങ് ആയിട്ട് പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം അത് വെച്ച് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തു, മുമ്പോട്ട് പോയി, ഇത്രയും മുകളിലേക്കുള്ള മൂവ് കിട്ടി, സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോയി. ബട്ട് ഈ ഒരു റീജിയനിൽ പതുക്കെ ക്വാർട്ടർലി റിസൾട്ട് അല്ലെങ്കിൽ ഇയർലി റിസൾട്ട് വന്നപ്പോഴത്തേനും എന്താണ്, അവിടെ ആ ഒരു യെസ് ബാങ്ക് നഷ്ടങ്ങൾ കാണിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സ് ഫെയിലാകാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അതിൻ്റെ അകത്ത് മാറി നിൽക്കാൻ തുടങ്ങി. അപ്പം സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകുന്നു. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത് എന്താണ്, നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഉപയോഗിച്ച് ക്വാളിറ്റി സ്റ്റോക്സ് കണ്ടെത്തണം. അപ്പോൾ ക്വാളിറ്റി സ്റ്റോക്സ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത്. അപ്പം അത് ഒരു ലോങ് ടൈമിൽ ക്വാളിറ്റി സ്റ്റോക്സ് മുകളിലേക്കുള്ള അപ്സൈഡ് മൊമെൻറ്റം തരും. അപ്പം നമ്മളെടുക്കുന്ന സ്റ്റോക്ക് അത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ആണോ എന്ന്. നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നോക്കേണ്ടതായിട്ടുണ്ട്, അത് ഇതുവരെ ക്വാളിറ്റി ഉള്ള സ്റ്റോക്ക് ആണോ എന്ന്. അതിനു വേണ്ടിയാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പം ആ ഓരോ കാര്യങ്ങളും വളരെ കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒന്നാമത്തെ ലെസണിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ടമെൻ്റൽ അനാലിസിസ് പറഞ്ഞു. അവിടെ എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവിടെ നമ്മൾ ഇതുവരെ ആ സ്റ്റോക്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അത് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നും അതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, അത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. റവന്യൂ, ഏണിങ്സ് പെർ ഷെയർ, നെറ്റ് പ്രോഫിറ്റ്, പിന്നെ കുറച്ച് മാർക്കറ്റ് ക്യാപിറ്റൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ലെസണാണ് റവന്യൂ എന്നത്. റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ റവന്യൂ ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം ജനറേറ്റഡ് ബൈ ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് റിലേറ്റഡ് ടു ദ കമ്പനീസ് പ്രൈമറി ഓപ്പറേഷൻ. ഒരു കമ്പനിയുടെ ഗുഡ്സ് അഥവാ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് വിറ്റതിന് ശേഷം
കിട്ടുന്ന എല്ലാ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും കിട്ടുന്ന ആ ഒരു വലിയ തുകയാണ് ആ ഒരു കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വരുമാനം ബിസിനസ് റവന്യൂ ഈസ് ഇറ്റ്സ് ഗ്രോസ് ഇൻകം ബിഫോർ സബ്ട്രാക്ടിങ് എനി എക്സ്പെൻസ്. അപ്പം ഇവിടെ കിട്ടുന്ന ആ ഒരു വരുമാനം അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു കമ്പനിയുടെ എക്സ്പെൻസസ് ഒന്നും കുറയ്ക്കുന്നില്ല. നമ്മളൊരു പ്രൊഡക്ട്സ് സർവീസസ് വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു കമ്പനി ചിലവാക്കിയ എമൗണ്ട് കുറയ്ക്കാതെ കിട്ടുന്ന തുകയാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി, അപ്പോൾ ആ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി കുറേ കാറുകൾ നിർമ്മിച്ചു. അതിനുശേഷം ഒരു ടൈം പീരീഡിൽ ആ കുറേ കാറുകൾ വിറ്റു. അപ്പോൾ ആ കുറേ കാറുകൾ വിറ്റ് കഴിയുമ്പോൾ കുറേ എമൗണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു എമൗണ്ടുകളെല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് കുറേ എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട് ആ കാറ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി. അവിടെ കുറേ റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ കുറേ എംപ്ലോയീസിൻ്റെ ആവശ്യമുണ്ട്, ഇലക്ട്രിസിറ്റി ബില്ല്, മാൻ പവർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പം അതിനൊക്കെ ഒരുപാട് എക്സ്പെൻസസ് കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും കുറയ്ക്കാതെയുള്ള തുകയാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു കമ്പനിയുടെ റവന്യൂ നല്ല രീതിയിൽ കൂടുന്നുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ആ ഒരു കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ക്വാളിറ്റി ഉണ്ട് കമ്പനിയിൽ. ഓക്കെ, അത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഓഫ് റവന്യൂ ഗ്രോത്ത് ഓൺ ലാസ്റ്റ് ഇയർ ആൻഡ് ക്വാർട്ടർ ഷോസ് ക്വാളിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് നോക്കേണ്ടത്? നല്ല രീതിയിൽ റവന്യൂ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ലാസ്റ്റ് ഇയറിലെ റവന്യൂ റിപ്പോർട്ടിലും അതുപോലെ തന്നെ ലാസ്റ്റ് ക്വാർട്ടറിലെ റവന്യൂ റിപ്പോർട്ടിലും. അപ്പം ആ ഒരു പറഞ്ഞു ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ക്വാർട്ടറിന്. അപ്പം ആ ലാസ്റ്റ് ഇയർ എന്താണ്, നമുക്ക് റവന്യൂ പൊതുവായിട്ട് കമ്പനി പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഒന്നാമത് എന്താണ്, ഫൈനാൻഷ്യൽ ഇയർ ക്വാർട്ടർ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ റവന്യൂ എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തൊട്ട് നെക്സ്റ്റ് ഇയർ മാർച്ച് 31 വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ. അപ്പം ആ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു കമ്പനി എത്രമാത്രം പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസസ് വിറ്റോ ആ ഒരു എമൗണ്ടിനെയാണ് ആ ഒരു കമ്പനിയുടെ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏപ്രിൽ തൊട്ട് നെക്സ്റ്റ് ഇയർ മാർച്ച് വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇയർലി ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എത്ര ക്വാർട്ടേഴ്സ് ഉണ്ട്? 4 ക്വാർട്ടേഴ്സ് ആണുള്ളത്. ഒന്നാമത്തെ ക്വാർട്ടർ ഏതാണ്? ജൂൺ ക്വാർട്ടർ. ഈ ഒരു ജൂൺ ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ഏപ്രിൽ, മെയ്, ജൂൺ. ഈ ഒരു 3 മാസങ്ങൾ ഉണ്ടാകുന്ന കമ്പനി വിറ്റ സെയിൽസിൻ്റെ ടോട്ടൽ ഇൻകം ജനറേറ്റ് ചെയ്തതിൻ്റെ എമൗണ്ടാണ് ജൂൺ ക്വാർട്ടറിൽ റിസൾട്ടിൽ വരുന്നത്. അതിനുശേഷം വരുന്ന ക്വാർട്ടറാണ് സെപ്റ്റംബർ, രണ്ടാമത്തെ ക്വാർട്ടർ. അത് ഏതൊക്കെയാണ്? കമ്പനി അതിൻ്റെ പ്രൊഡക്ട്സ് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു 3 മാസത്തിൽ എത്ര പ്രൊഡക്ട്സ് വിറ്റു എന്നതിൻ്റെ എമൗണ്ടാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ വരുന്നത്. അതിനുശേഷം ഡിസംബർ ക്വാർട്ടർ, അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒക്ടോബർ, നവംബർ, ഡിസംബർ. അതിനുശേഷം മാർച്ച് ക്വാർട്ടർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ ഒരു 4 ക്വാർട്ടർ അടങ്ങുന്നതാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ. ഓക്കെ, അപ്പം ടോട്ടലായിട്ട് ഒരു കമ്പനി ഒരു 200 കോടിയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ടോട്ടലായിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരുപക്ഷെ ഒരു ജൂൺ ക്വാർട്ടറിൽ ഒരു 50 കോടി, സെപ്റ്റംബർ ക്വാർട്ടറിൽ ഒരു 30 കോടി, ഡിസംബർ ക്വാർട്ടറിൽ ഒരു 40 കോടി, ഓക്കെ, ഈ ഒരു മാർച്ച് ക്വാർട്ടറിൽ ഒരു 80 കോടി. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് 200 കോടി കിട്ടും. അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഒരു 4 ക്വാർട്ടർ കൂടിയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ വരുന്നത്. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോഴത്തേന് ഞാൻ ഫൈനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു ഏപ്രിൽ മാസമായിരിക്കും, അല്ലെങ്കിൽ മെയ് മാസമായിരിക്കും. അപ്പം അതിന് മുമ്പുള്ള ഫൈനാൻഷ്യൽ ഇയറിലെ റവന്യൂ നോക്കുക. അവിടെ എത്രയാണ്? 200 കോടിയാണ് നമ്മൾ കണ്ടത്. അപ്പം ഈ 200 കോടി എന്ന നമ്പറിലല്ല നമ്മൾ നോക്കേണ്ടത്, ഇതിന് മുമ്പത്തെ ഫൈനാൻഷ്യൽ ഇയറും ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ റവന്യൂ തമ്മിൽ കമ്പയർ ആണ് ചെയ്യേണ്ടത്. അതായത് ഈ ഒരു ക്വാണ്ടിറ്റിയുടെ വലുപ്പത്തിലല്ല നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു 2021-22 ഫൈനാൻഷ്യൽ ഇയറിലെയും 2022-2023 ഫൈനാൻഷ്യൽ ഇയറിലെയും ഇവിടെ നമുക്ക് 200 കോടിയായിരുന്നു റവന്യൂ, ഇവിടെ നമുക്ക് 100 കോടിയായിരുന്നു റവന്യൂ. അപ്പം നമുക്ക് 2021-22 ഫൈനാൻഷ്യൽ ഇയറിൽ 100 കോടിയായിരുന്നു റവന്യൂ കമ്പനിയുടെ. അത് 2022-23 ആയി കഴിഞ്ഞപ്പോഴത്തേനും 200 കോടിയിലേക്ക് വന്നു. അപ്പം ഇത് നല്ലൊരു കാര്യമാണ് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. അപ്പം നമുക്ക് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ഹൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ റവന്യൂ ഓഫ് ലാസ്റ്റ് ഇയർ.
അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ഇയറിലെ റവന്യൂ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വാർട്ടർ അതെന്താണ് ഉദ്ദേശിച്ചത്? നമ്മൾ ഈ ഒരു 200 കോടിക്കകത്ത് ഈ ഒരു 2022-23 ഫൈനാൻഷ്യൽ ഇയറിൽ 200 കോടിക്കകത്ത് 4 ക്വാർട്ടർ ഉണ്ട്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ മാർച്ച് കഴിഞ്ഞു, ഏപ്രിലാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മാർച്ച് ക്വാർട്ടറിലെ ലാസ്റ്റ് ക്വാർട്ടറിലെ റവന്യൂ ഡിസംബറിലെ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്നു, സെപ്റ്റംബറിലെ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ജൂണിലെ ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ 80 കോടി മാർച്ചിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസംബറിൽ 40 സെപ്റ്റംബറിൽ 30 ജൂണിൽ 50. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് നല്ലൊരു നമ്പറാണ്. ബാക്കിയുള്ള ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഏറ്റവും വലിയ നമ്പറാണ് ഇവിടെ മാർച്ചിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും, നമുക്ക് ലാസ്റ്റ് ഇയറിലും നല്ലൊരു റവന്യൂ ഗ്രോത്ത് ഉണ്ട്, ക്വാർട്ടറിലും നല്ല റവന്യൂ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഷോ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ജൂണിന് മുമ്പ്, അതിന് മുമ്പത്തെ ഫൈനാൻഷ്യൽ ഇയറിലെ മാർച്ചിലെ റവന്യൂ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഒരു മാർച്ചിലെ റവന്യൂവും അതിന് മുമ്പത്തെ ഫൈനാൻഷ്യൽ ഇയറിലെ മാർച്ചിലെ റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇതൊരു പക്ഷേ ഒരു 30 ആയിരിക്കും. അപ്പം ഈ ഒരു കമ്പയർ ചെയ്യുമ്പോഴത്തേനും അതും ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ കൂടുതലാണെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ എക്സാമ്പിളിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, രാമകൃഷ്ണ ഫോർഗിൻസ് ലിമിറ്റഡ്, RK4. ഈ ഒരു സ്റ്റോക്ക് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇവിടെ കാണാൻ സാധിക്കുന്നു 467 എന്നുള്ളത്. അപ്പോൾ അതൊന്നുമല്ല നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നോക്കേണ്ടത് ഈ ഒരു കമ്പനിയുടെ റവന്യൂ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റവന്യൂ, ഈ കാണുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ഒരു 2020 ഫൈനാൻഷ്യൽ ഇയറിലെ ഈ ഒരു റവന്യൂവും 2021 റവന്യൂ തമ്മിൽ കമ്പയർ ചെയ്ത് ചെയ്യുമ്പോഴത്തേനും അവിടെ വലിയ മാറ്റങ്ങളില്ല. ആ ഒരു എമൗണ്ട് എത്രയാണ്, ഇത് 1000 crore കാണിക്കുന്നത്. ആ വാല്യൂസ് 1.22, അതായത് 1220 കോടി. അപ്പോൾ 1220 കോടിയിൽ നിന്ന് 1290 കോടിയിലേട്ടാണ് വന്നത്. അവിടെ വലിയ മാറ്റങ്ങളില്ല. ബട്ട് ഇവിടെ നിന്ന് പിന്നത്തെ ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വന്നപ്പം 2022 വന്നപ്പോൾ എത്രയാണ്, 2320 കോടിയിലേക്ക് വന്നു. അതായത് ഈ ഒരു ഇയറിൽ നിന്ന് ഈ ഒരു ഇയറിലേക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത് അപ്പം റവന്യൂവിൽ. അതുപോലെ തന്നെ ആ ഒരു 2023 വന്നപ്പം അത് 3200 കോടിയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെയും നല്ലൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതനുസരിച്ച് ഇത് കണ്ടോ, ഈ ഒരു ഇയറിൽ റവന്യൂ ഗ്രോത്ത് ഉണ്ടായപ്പം പ്രൈസും ഇവിടെ മുകളിലേക്ക് പോയി. അതിനുശേഷം പ്രൈസ് പതിയെ മുകളിലേക്ക് പോയി. അതിനുശേഷം ഈ ഒരു റീജിയനിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുന്നതെങ്കിൽ, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഈ ഒരു ഇയറിലെയും ഈ ഒരു ഇയറിലെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഇവിടെ നല്ലൊരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നും കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഗ്രോത്ത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മുമ്പോട്ടുള്ള ടൈമിലും ഈ ഒരു കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ടിക്കർ ടേപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ടിക്കർ ടേപ്പ്, അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും ക്ലിയർ ആയിട്ട് പഠിക്കും. ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷനാണ്. അതിൻ്റെ അകത്ത് നമ്മൾ രാമകൃഷ്ണ ആ സെയിം സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഫോർഗിൻസ് ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പോൾ ലാസ്റ്റ് ക്ലോസിംഗ് എന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളുണ്ട് ഈ ഒരു പ്രൈസിൽ. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കണ്ട, അതൊന്നും ഒരു കാര്യമുള്ള കേസല്ല. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും. എന്താണ് ഫൈനാൻഷ്യൽ ട്രെൻഡ്? ഈ ഒരു റവന്യൂ ഇവിടെ വലിയ കൂടലുകളില്ല. ഇവിടെ എന്താണ്, റവന്യൂ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. ഇവിടെ എന്താണ്, നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഇയറിൽ റവന്യൂ എത്രയാണ്, 37.69% ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്വാർട്ടർലി ഒന്ന് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ ക്വാർട്ടർലിയിൽ നമുക്കിവിടെ ടോട്ടൽ റവന്യൂ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. ഇപ്പോൾ ജൂൺ ക്വാർട്ടറിലാണ് ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എത്രയാണ് വാല്യൂ, 897 കോടി. ഓക്കെ, 893, 778, മാർച്ച് ക്വാർട്ടറിൽ 893. അപ്പം ഈ ഒരു ജൂൺ ക്വാർട്ടറിനേക്കാളും കുറവാണ് ഇവിടെയും. അതുപോലെ തന്നെ ഡിസംബറിലും കുറവാണ്. നമ്മൾ സെപ്റ്റംബറിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയും കുറവാണ്. ജൂൺ ടു ജൂൺ നോക്കുവാണെങ്കിൽ അവിടെയും കുറവാണ്. എവിടെയാണ് ഏറ്റവും കൂടുതൽ? ലാസ്റ്റ് ജൂൺ ക്വാർട്ടറിലാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇയറിലെ റവന്യൂ അതുപോലെ തന്നെ ലാസ്റ്റ് ക്വാർട്ടറിലെ റവന്യൂ ഏറ്റവും കൂടുതലാണെങ്കിൽ അത്രയും നല്ലതാണ്. ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കഴിഞ്ഞ ക്വാർട്ടറിലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഒരുപാട് കൂടുതലാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്? നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചാണ്. നെറ്റ് പ്രോഫിറ്റ് അഥവാ ഒരു കമ്പനിയുടെ ലാഭം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നെറ്റ് പ്രോഫിറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മണി യുവർ ബിസിനസ് ഏൺസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഓൾ ഓപ്പറേറ്റിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എക്സ്പെൻസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു കമ്പനി എല്ലാ എക്സ്പെൻസസും കുറച്ചതിന് ശേഷം കമ്പനിക്ക് കിട്ടിയ ഒരു തുക അല്ലെങ്കിൽ കമ്പനി എടുത്ത ലാഭത്തിനെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ കാർ മാനുഫാക്ചറിങ് കമ്പനീനെ കുറിച്ച് മുമ്പ് പറഞ്ഞു. അപ്പം ആ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനി ഒരു പർട്ടിക്കുലർ ടൈമിൽ കുറേ കാറുകൾ വിറ്റു, അവിടെ കുറേ എമൗണ്ട് കിട്ടി. ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ റവന്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു റവന്യൂവിൽ നിന്ന് എല്ലാ എക്സ്പെൻസസും, സാലറി കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല്, മിഷൻസ് വാങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാർ ഉണ്ടാക്കാനുള്ള പാർട്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം എക്സ്പെൻസസ് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അവിടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത്. അതിനെയാണ് അത് റവന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് നെറ്റ് പ്രോഫിറ്റ്, കമ്പനി പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയുന്നത് നമുക്ക് റവന്യൂ കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. അതിലും കൂടുതൽ പ്രയോറിറ്റി എന്താണ്? കമ്പനി ചെറിയ ചിലവിൽ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെക്ഷൻ. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്പനി ലാഭത്തിലാണോ, കമ്പനി നല്ല രീതിയിൽ ഇനിയും മുമ്പോട്ട് പോകും, അതുപോലെ തന്നെ കമ്പനി നല്ല രീതിയിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ്ങും ആയിരിക്കും. അത് കമ്പനിയുടെ ഷെയർ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ചാൻസസും ഉണ്ട്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കമ്പനി ലാഭത്തിലായിരിക്കണം, എങ്കിൽ മാത്രമേ സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി ഹൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓൺ ലാസ്റ്റ് ഇയർ ആൻഡ് ക്വാർട്ടർ. നമ്മൾ മുമ്പിൽ പറഞ്ഞു. അതുപോലെ തന്നെ റവന്യൂ എങ്ങനെ ചെക്ക് ചെയ്തോ അതുപോലെ തന്നെ എക്സാക്റ്റ് ആയിട്ട് ലാസ്റ്റ് ഇയർ ഫൈനാൻഷ്യൽ ഇയറിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം കമ്പനിയിൽ. അതുപോലെ തന്നെ ലാസ്റ്റ് ക്വാർട്ടറിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഷെയർ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വീണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു സ്റ്റോക്ക് വീണ്ടും എടുത്തിട്ടുണ്ട്, RK4 എന്ന് പറഞ്ഞാൽ. ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു കമ്പനിയുടെ ഈ ഒരു ഗ്രീനിലാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ എത്രയാണ്? 0.01. അപ്പോൾ നമുക്ക് 1000 മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 10 കോടി രൂപയായിരുന്നു നമുക്ക് ഈ ഒരു 2020 ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു കമ്പനിയുടെ ലാഭം. അത് അടുത്ത വർഷമായി കഴിഞ്ഞപ്പോൾ എത്രയാണ്? അത് 20 കോടിയിലേക്ക് വന്നു. ഓക്കെ, അപ്പം അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റിൽ, പക്ഷേ ഒരു അമേസിങ് ഗ്രോത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ബട്ട് അവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ 2022 വന്നപ്പോഴത്തേനും അത് 200 കോടിയിലേക്കായി. 20 കോടിയിൽ നിന്ന് 200 കോടിയിലേക്കായി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്താണ്? ഈ ഒരു 20 കോടിയിൽ നിന്ന് 200 കോടിയിലേക്ക് ആയതിനനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അത് പിന്നത്തെ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞപ്പോഴത്തേനും 250 കോടിയിലേക്ക് വന്നു. ഓക്കെ, അവിടെ നല്ലൊരു ഗ്രോത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് വന്നപ്പോൾ 250 വന്നു. അതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് മുകളിലേക്ക് വീണ്ടും പോകുന്നു. അതിനുശേഷം ഇനിയും നല്ല ഒരു നെറ്റ് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട്. അതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിൽ പോയി വീണ്ടും ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ആക്കി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു 10 കോടിയിൽ നിന്ന് 20 കോടിയിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഇത് 200 കോടിയിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഇത് എത്രയാണ്? 250 കോടിയിലേക്ക് മൂവ് ചെയ്തു. അപ്പം നമുക്ക് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് 857% ഒരു അമേസിങ് പ്രോഫിറ്റിൽ ഗ്രോത്ത് കണ്ടു. റവന്യൂവിൽ ഒരു നോർമലായിട്ടുള്ളൊരു ഗ്രോത്താണ് കാണാൻ സാധിച്ചത്. നോർമലല്ല, നല്ലൊരു ഗ്രോത്ത് തന്നെയായിരുന്നു. അതിനൊപ്പം തന്നെ പ്രോഫിറ്റിൽ അതിമനോഹരമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കാണാൻ സാധിച്ചു. അതായത് കമ്പനി കുറേ സെയിൽസ്, കുറേ പ്രൊഡക്ട്സ് വിറ്റു. അവിടെ എക്സ്പെൻസും അവർക്ക് കുറവായിരുന്നു. അതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കമ്പനി കുറേ പ്രൊഡക്ട്സും വിറ്റു, അതിനൊപ്പം തന്നെ അവിടെ എക്സ്പെൻസും കുറവായിരുന്നു, കമ്പനിയുടെ ലാഭം കൂടുതലായിരുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കുക. അപ്പം നമുക്ക് എപ്പോഴാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിനെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇയറിലേക്ക് വരുവാണെങ്കിൽ എത്രയാണ്? നമുക്ക് ഇവിടെ ഒരു 25% പ്രോഫിറ്റിൽ ഗ്രോത്ത് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ റവന്യൂവിൽ എത്രയാണ്? നമ്മൾ ഡിസ്കസ് ചെയ്തു 37%. അപ്പോൾ ഇവിടെ നമുക്ക് റവന്യൂവിലും ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റിലും ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കമ്പനി ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിലും പുറകിലത്തെ ഫൈനാൻഷ്യൽ ഇയറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിലും
നല്ലൊരു ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. അതുമല്ല നമ്മുടെ ആ നമ്പർ മറ്റുള്ള ഫൈനാൻഷ്യൽ ഇയറിലെ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്പർ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു രീതിയിലായിരിക്കും എഴുതി കാണിക്കുന്നത്. മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ ഒരു കമ്പനീനെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും ഈ ഒരു കമ്പാരിസൺ ആണ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ നെറ്റ് റവന്യൂ, നെറ്റ് പ്രോഫിറ്റ് നല്ല രീതിയിലുണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ക്വാർട്ടർലിയിലിട്ട് പോയി നോക്കാം. ക്വാർട്ടർലിയിൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എത്രയാണ്? ജൂൺ ക്വാർട്ടറിൽ 78 കോടിയാണ്. ഓക്കെ, അതിന് മുമ്പ് മാർച്ചിൽ എത്രയാണ്? 68 കോടി, 61 കോടി, ഡിസംബർ 67 കോടി. അപ്പം അതിന് മുമ്പ് എത്രയാണ്? 51 കോടി. അപ്പോൾ നമുക്ക് ജൂണും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ക്വാർട്ടറിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ജൂണും ബാക്കിയുള്ള ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ്? അത് 68 കോടി, 61 കോടി, 67 കോടി. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം കമ്പനി ലാസ്റ്റ് ടൈമിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റവന്യൂ ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. ഇവിടെ നല്ല റവന്യൂ ഗ്രോത്ത് ഉണ്ട്, നല്ല പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇനിയും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനിയും ഈ ഒരു കമ്പനി ഒരു പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. ബട്ട് നമുക്കിവിടെ പോസിബിലിറ്റി കൂടുതലാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ നെറ്റ് ഇൻകം എന്താണെന്നും നമ്മൾ നെറ്റ് ഇൻകത്തിൽ എന്താണ് നോക്കേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇയർ ടു ഇയർ കമ്പയർ ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഗ്രോത്ത് കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ചെക്ക് ചെയ്യുമ്പോഴത്തേനും കഴിഞ്ഞ വർഷത്തെ സെയിം ക്വാർട്ടറുമായിട്ടൊന്ന് കമ്പയർ ചെയ്യണം. അവിടെയും നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ക്വാർട്ടറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അവിടെയും ഒരു കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും അവിടെയും ലാസ്റ്റ് ക്വാർട്ടറിലാണ് ഏറ്റവും കൂടുതൽ എങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ബട്ട് ഇവിടെ ഇപ്പം ലാസ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ ഏറ്റവും കൂടുതൽ സംഖ്യ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റോക്ക് ക്വാളിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റോക്കുകളിലും കിട്ടത്തില്ല. ഒരുപക്ഷെ ഈ ഒരു ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചിലപ്പോൾ ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ കുറച്ച് കുറവായിരിക്കും. കാരണം എന്താണ്? ഓരോ ക്വാർട്ടറിനനുസരിച്ച് ഓരോ കമ്പനികളുടെ സെയിൽസിന് മാറ്റങ്ങളും ഉണ്ടാകും. ക്ലൈമറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരും. ഓക്കെ, സീസൺ അനുസരിച്ച് മാറ്റം വരും സെയിൽസിന്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഇച്ചിരി സംഖ്യ കുറവാണെന്ന് പറഞ്ഞ് ആ ഒരു കമ്പനി ബാഡാണെന്നും ആ ഒരു കമ്പനി നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നുമില്ല. നമ്മൾ ഏറ്റവും നല്ല കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അല്ലാതെ ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ നെറ്റ് ഇൻകം ഈ ഒരു ക്വാർട്ടറുമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കമ്പനി ഫണ്ടമെൻ്റലി വീക്കാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. ഏണിങ്സ് പെർ ഷെയർ. അതായത് ഒരു ഷെയറിന് മുകളിൽ കമ്പനി എത്രമാത്രം ഏൺ ചെയ്തു തരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്നത് കാണിക്കുന്ന നമ്പറിനെയാണ് ഏണിങ്സ് പെർ ഷെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഏണിങ്സ് പെർ ഷെയർ ഈസ് എ കമ്പനീസ് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് കോമൺ ഷെയർസ് ഇറ്റ് ഹാസ് ഔട്ട്സ്റ്റാൻഡിങ്. ഹയർ EPS ഇൻഡിക്കേറ്റ് എ മോർ പ്രോഫിറ്റബിൾ കമ്പനി. അപ്പം ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇൻകം, കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മൈനസ് സ്റ്റോക്ക് ഡിവിഡൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. കമ്പനിയുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതത്തിനെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഒരു ഡിവിഡൻഡ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതും കൂടെ കുറച്ചതിന് ശേഷം, നെറ്റ് ഇൻകത്തിൽ നിന്ന് ഡിവിഡൻഡ് കുറച്ചതിന് ശേഷം എത്രമാത്രം ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ആണോ ഉള്ളത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഏണിങ്സ് പെർ ഷെയർ കിട്ടും. അപ്പം ഏണിങ്സ് പെർ ഷെയർ ഒരു കമ്പനിയുടെ എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നോ അത്രമാത്രം നല്ലതാണ്. ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഹൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഓഫ് ഏണിങ്സ് പെർ ഷെയർ ലാസ്റ്റ് ഇയർ ആൻഡ് ക്വാർട്ടർ ഷോസ് പ്രോഫിറ്റബിലിറ്റി. ഒരു കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഷോ ചെയ്യുന്നതാണ് ഏണിങ്സ് പെർ ഷെയർ. അപ്പം ഏണിങ്സ് പെർ ഷെയർ നല്ല രീതിയിൽ ഇയർലിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനി നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. നമുക്കൊരു സ്റ്റോക്കിൽ പോയി എക്സാമ്പിൾ എടുത്ത് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ സഫാരി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 3480 ലാസ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ഇൻകത്തിൻ്റെ അകത്ത് ആനുവൽ റിപ്പോർട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ ഇയർ 2023 22 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 2023 ഏണിങ്സ് പെർ ഷെയർ എത്രയായിരുന്നു?
54.26 അത് 2022 എത്രയായിരുന്നു? 9.99. അപ്പം ഇതിൻ്റെ ഈ ഒരു 9.9 നിന്ന് ഏകദേശം 5 ഇരട്ടി ഗ്രോത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല രീതിയിൽ കമ്പനി പ്രോഫിറ്റബിൾ ആണ്, സിമ്പിളായിട്ട്. അപ്പം നമുക്ക് ഇനി ഇതിന് മുമ്പിലുള്ള വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് ഏണിങ്സ് പെർ ഷെയർ? മൈനസ് ആയിരുന്നു. ഇവിടെ എത്രയായിരുന്നു? 13 2020. അപ്പം ആ ഒരു പഴയ ഡേറ്റയായിട്ട് ഈ ഒരു ലാസ്റ്റ് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഏണിങ്സ് പെർ ഷെയർ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ക്വാർട്ടർലിയിലോട്ട് വരുമ്പം ക്വാർട്ടർലിയിൽ വന്നു. അപ്പോൾ ജൂൺ മാസത്തെ എത്രയാണ്? ജൂൺ മാസത്തെ ഏണിങ്സ് പെർ ഷെയർ ആണ് നമുക്ക് 21 എന്ന് പറഞ്ഞ് കാണുന്നത്. ഇത് രൂപ, അതായത് ഏണിങ്സ് പെർ ഷെയർ റുപ്പീസിലാണ് കാണിക്കുന്നത്. അപ്പം 21 രൂപയായിരുന്നു ഏണിങ്സ് പെർ ഷെയർ ഈ ഒരു കമ്പനിയുടെ. ഒരു ഷെയറിന് മുകളിൽ 21 രൂപ ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ഒരു കമ്പനിക്ക്, അല്ലെങ്കിൽ ഏൺ ചെയ്ത് തരുന്നുണ്ട് കമ്പനി നമുക്ക്, ഇൻവെസ്റ്ററിന്. അതാണ് കാണിക്കുന്നത്. അപ്പം ഇവിടെ ഇതിന് മുമ്പുള്ള ക്വാർട്ടറിൽ എത്രയായിരുന്നു? മാർച്ചിൽ അത് 16 ഡിസംബറിൽ അത് 14 സെപ്റ്റംബറിൽ അത് 10 അതുപോലെ തന്നെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുവാണെങ്കിൽ ജൂണിൽ 11 അപ്പം ക്വാർട്ടർ ടു ക്വാർട്ടറിലും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള 4 ക്വാർട്ടറിലും കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഏണിങ്സ് പെർ ഷെയർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്, ഇത്രയും നല്ലൊരു ഏണിങ്സ് പെർ ഷെയർ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആണ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ റവന്യൂവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ക്വാർട്ടർലി റവന്യൂ ഒന്ന് നോക്കാം. ഈ ഒരു കമ്പനിയുടെ ഇവിടെ 428.96 കോടിയായിരുന്നു. അപ്പം അതിന് മുമ്പത്തുള്ള മാർച്ചിൽ എത്രയായിരുന്നു? 305, ഡിസംബറിൽ എത്രയായിരുന്നു? 305, സെപ്റ്റംബറിൽ എത്രയായിരുന്നു? 317, ജൂണിൽ എത്രയായിരുന്നു? 294. അപ്പം ഈ ഒരു ക്വാർട്ടർ ടു ക്വാർട്ടർ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തത് എപ്പോഴായിരുന്നു? ഈ ഒരു ജൂൺ മാസത്തിലായിരുന്നു ഈ ഒരു കമ്പനി ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ റവന്യൂ ബേസിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, ഏണിങ്സ് പെർ ഷെയർ ബേസിൽ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഇൻകം ചെക്ക് ചെയ്യാം. ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ എത്രയായിരുന്നു? 49.94 കോടി. അതിന് മുമ്പ് എത്രയായിരുന്നു? 38, 34, 25, 26. അപ്പം നമുക്ക് എന്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഇവിടെ എന്താണ് നല്ല രീതിയിൽ ജൂൺ മാസത്തിൽ നെറ്റ് ഇൻകം ഏറ്റവും ടോപ്പാണ്, ഏണിങ്സ് പെർ ഷെയർ ഏറ്റവും ടോപ്പാണ്, റവന്യൂ ഏറ്റവും ടോപ്പാണ്. ഓക്കെ, ഇയർ ടു ഇയർ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലാസ്റ്റ് ഇയറിൽ 1220 കോടിയായിരുന്നു. അതിന് മുമ്പ് എത്രയായിരുന്നു? 710 കോടിയായിരുന്നു റവന്യൂ ഇയർ ടു ഇയർ. അതിന് മുമ്പ് എത്രയായിരുന്നു? 330 ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു 20 കോടി എന്നതുള്ളതിൽ നിന്ന് 130 കോടി പ്രോഫിറ്റിലേക്ക് പോയി, ഫൈനാൻഷ്യൽ ഇയർ പ്രോഫിറ്റ്. അപ്പം ഈ ഒരു കാര്യവും നല്ലൊരു ഗ്രോത്താണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രോത്ത് നല്ല രീതിയിലാണ് ഗ്രോത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏണിങ്സ് പെർ ഷെയറും നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനി നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയാണെന്ന് നമുക്ക് ഏണിങ്സ് പെർ ഷെയർ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ കൂടുതൽ ജസ്റ്റ് ഞാൻ ഈ ഒരു റവന്യൂ നെറ്റ് പ്രോഫിറ്റ് ഒന്ന് റിവിഷന് വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഞാൻ ജസ്റ്റ് ആ കമ്പനിയുടെ ചാർട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിമനോഹരമായിട്ട് ഈ ഒരു 2021 ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഒരു 800 റീജിയനിലൊക്കെ ആയിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, 800. അതിനുശേഷം അത് 1000 എത്തി, അതിനുശേഷം 2000 എത്തി, 3000 3450. അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ഫണ്ടമെൻ്റലി ഈ ഒരു സ്റ്റോക്ക് നല്ല സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ചാർട്ടും കൂടെ എടുത്ത് കാണിച്ചു എന്നുള്ളൂ, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതിന് വേണ്ടി. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഓരോ ലെസൻ്റെയും നോട്ട് ചെയ്ത് വെക്കുക. ഓരോ ലെസൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഒരുപക്ഷെ ഇത് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഈ ഓരോ ഡൗട്ട്സും നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേനും ഈ ഓരോ കാര്യങ്ങളും കട്ട് ചെയ്ത് കളയാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം കട്ട് ചെയ്ത് കളയാൻ പറ്റാത്ത ഡൗട്ട്സ് നിങ്ങൾക്ക് വാട്സപ്പ് വഴി ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെസണിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 5ാമത്തെ ലെസണിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ലെസൻ്റെ പേര്? ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ റെപ്രസെൻറ്റ് ദ ഷെയർ ഓണർഷിപ്പ് പാറ്റേൺസ് ഓഫ് എ കമ്പനി. ഡൈവേഴ്സിഫൈഡ് ഹോൾഡിംഗ് ഈസ് ദസ് കൺസിഡേർഡ് ഗുഡ് ഫോർ ഇൻവെസ്റ്റേഴ്സ്. അതായത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അത് ആ കമ്പനിയുടെ ഓണർഷിപ്പിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് കമ്പനിയിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ കയ്യിലാണ് ആ ഒരു ഷെയർ, ഈ ഒരു കമ്പനിയുടെ ഷെയർസ് അവൈലബിൾ ആയിട്ട് ഉള്ളത് എന്നതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഹോൾഡിംഗ് പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഒരു ഇൻവെസ്റ്ററിന്
ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റോക്കിൽ ഒരു നല്ല പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇൻവെസ്റ്റർ ഒന്നുമല്ല, നമ്മൾ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നുള്ളൂ. ബട്ട് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണെങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ, അവിടെ ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതൊരു ലോങ് റണ്ണിൽ അത് മുകളിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിബിലിറ്റി ഇച്ചിരി കൂടുന്നുണ്ട്, നമുക്ക് മുകളിലേക്ക് സ്റ്റോക്ക് പ്രൈസ് പോകാനും നമുക്ക് പ്രോഫിറ്റിലാകാനും. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് നോക്കുന്നത്? ഡൈവേഴ്സിഫൈഡ് ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കമ്പനിയുടെ ഉടമസ്ഥൻ്റെ കയ്യിൽ മോശമില്ലാത്ത രീതിയിൽ ഓണറിൻ്റെ കയ്യിൽ ആ കമ്പനിയുടെ ഷെയർസ് ഉണ്ടായിരിക്കണം. ഏകദേശം 40% അല്ലെ 50, 60, 70% ഒക്കെ കമ്പനിയുടെ ഓണറിൻ്റെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ മോശമില്ലാതെ ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഇത്രയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു 5%, 3% അല്ലെങ്കിൽ 10% ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയിലുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ 1.35% ആണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം, RK4 സംബന്ധിച്ചിടത്തോളം. അപ്പം ഇവിടെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? 14.81%. അപ്പോൾ ഇവിടെ നല്ലൊരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, FIIs എന്ന് പറയും. ഓക്കെ, അപ്പം താഴെ റീറ്റെയിലേഴ്സ് ആൻഡ് അതേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സും അതേഴ്സും ഒക്കെ കുറവുള്ളതാണ് ഓരോ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓവറോൾ ഒരു സ്ട്രക്ചർ കിട്ടും. കമ്പനിയിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലും ഈ ഒരു സ്റ്റോക്ക് ഉണ്ട്, ഓണറിൻ്റെ കയ്യിലും മോശമില്ലാത്ത രീതിയിലുണ്ട്. ഓണറിൻ്റെ കയ്യിൽ ഒരു 40% എബോ എങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുണ്ട്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന് ഞാൻ പേഴ്സണലി കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എമൗണ്ട് ആ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു കമ്പനി കുറച്ചും കൂടെ ക്വാളിറ്റി കൂടുതലുണ്ട് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. അതെൻ്റെ പേഴ്സണലായിട്ട് ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഓക്കെ, അപ്പം ഓവറോൾ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അല്ലാതെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിലുമില്ല, ഫോറിൻ FIIസിൻ്റെ കയ്യിലുമില്ല, ജസ്റ്റ് ഓണറിൻ്റെ കയ്യിലും റീറ്റെയിലേഴ്സിൻ്റെ കയ്യിലും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കുറച്ച് ഫണ്ടമെൻ്റലി വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പം നല്ലൊരു കാര്യമാണ് പറഞ്ഞ് എല്ലാവരുടെയും കയ്യിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ ഹൈ പെർസെൻറ്റേജ് എല്ലാവരുടെയും കയ്യിലുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് ക്വാർട്ടർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഷോസ് എ സ്ട്രെങ്ത്, ആ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് പൊട്ടൻഷ്യലാണ് അത് ഷോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഒന്ന് ചാർട്ടിൽ പോയി നോക്കാം. ഓക്കെ, ഞാനിവിടെ സഫാരി ഇൻഡസ്ട്രീസ് തന്നെയാണ് വീണ്ടും എടുത്തിരിക്കുന്നത് എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്കിവിടെ താഴെ ഇവിടെ ഡീറ്റെയിൽഡ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്കിവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, പ്രൊമോട്ടറിൻ്റെ കയ്യിൽ 47%, പ്രൊമോട്ടറിൻ്റെ കയ്യിൽ 47.23% ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർസെൻറ്റേജ് അവരുടെ കയ്യിലാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ 12.60, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 4.41, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 12.30, റീറ്റെയിലേഴ്സ് ആൻഡ് അതേഴ്സിൻ്റെ അത് 23.46%. ഇതൊരു ജൂൺ ക്വാർട്ടറിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ജൂൺ ക്വാർട്ടറിൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് ക്വാർട്ടറിൽ നോക്കുക, ഒരു ഡൈവേഴ്സിഫൈഡ് ആണോ, അതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം മോശമില്ലാത്ത ഒരു പെർസെൻറ്റേജ് ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്ട്രെങ്ത് ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ മാർച്ചിലേക്ക് പോയി നോക്കാം, ഡിസംബറിൽ. അപ്പം ഇവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു സെപ്റ്റംബർ, ഡിസംബർ, ജൂൺ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇതിൻ്റെ അകത്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസിന് മാറ്റങ്ങൾ വരും. നമുക്ക് ഓവറോൾ ഒരു സ്ട്രക്ചർ കിട്ടും. ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ ഈ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ IDFC ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ ഗ്രോയിങ് ബാങ്കാണ് IDFC. ഡീറ്റെയിൽഡ് ഹോൾഡിംഗ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് ജൂൺ ലാസ്റ്റ് ക്വാർട്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്, ഈ ഒരു ക്വാർട്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 39%, മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് 2.78, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 4.94,
ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻ 20.84, റീറ്റെയിലേഴ്സ് ആൻഡ് അതർ 31.51%. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് കാണുന്നുണ്ട്. അപ്പം നമുക്കിനി പുറകോട്ടൊന്ന് പോകാം. അപ്പം നമുക്ക് ഇവിടെ റവന്യൂ ഒന്ന് ചെക്ക് ചെയ്യാം, ഇയർ ടു ഇയർ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഈ ഒരു കമ്പനിയുടെ. അപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൽ നിന്ന് ഈ ഒരു വർഷത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ റവന്യൂ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് 18 നിന്ന് 20 വന്നു, 20 നിന്ന് 27 പോയി. അപ്പം ഈ ഒരു ഇയറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. 2023 നമുക്ക് ബാക്കിയുള്ള ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിന് മുമ്പത്തെ 2022 കമ്പയർ ചെയ്യുമ്പോഴും നല്ലൊരു ഗ്രോത്ത് 2023 റവന്യൂവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രോഫിറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു കമ്പനി പ്രോഫിറ്റിലല്ലായിരുന്നു, ലോസിലായിരുന്നു 2020 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇവിടെ നിന്ന് നല്ലൊരു പ്രോഫിറ്റിലേക്ക് വന്നു. ഓക്കെ, 480 കോടിയിലേക്ക് വന്നു. അതിനുശേഷം അത് പ്രോഫിറ്റ് കുറഞ്ഞു പോയി, 130 കോടിയിലേക്ക് വന്നു. അതിനുശേഷം അത് നല്ല രീതിയിൽ കൂടി, അതെത്രയാണ് 2480 കോടിയിലേക്ക് വന്നു. ഒരു അമേസിങ് പ്രോഫിറ്റിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പെർസെൻറ്റേജ് നോക്കാം. റവന്യൂ ഇവിടെ എത്രയാണ്? റവന്യൂ ഇവിടെ നിന്ന് 20 നിന്ന് 27 വന്നത് നമുക്ക് 33% റവന്യൂ ഈ ഇയർലിയിൽ ഗ്രോത്ത് ഉണ്ടായത്. പ്രോഫിറ്റിൽ എത്രയാണ് ഉണ്ടായത്? 1778% നമുക്ക് പ്രോഫിറ്റിൽ ഗ്രോത്ത് ഉണ്ടായത്. അപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ക്വാർട്ടർലിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ജൂൺ മാസത്തെ റവന്യൂ നോക്കുക, 8200 അതിന് മുമ്പത്തുള്ളത് 7800, 7000, 6500, 5000. അപ്പോൾ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നെറ്റ് ഇൻകത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് ഇൻകം എത്രയാണ് ജൂൺ മാസത്തിൽ? 731. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ചിൽ 816 ഉണ്ട്, 616 ഉണ്ട്, 567 ഉണ്ട്, 485 ഉണ്ട്. അപ്പം ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നെറ്റ് ഇൻകത്തിൽ നമുക്ക് ജൂൺ മാസത്തിൽ കുറച്ച് കുറവാണ് അതിന് മുമ്പത്തുള്ള മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അത് വലിയൊരു കാര്യമൊന്നുമല്ല, ബട്ട് കുറച്ച് കുറവാണെന്ന് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പം ഇവിടെ ഇപ്പോൾ നെറ്റ് ഇൻകം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇച്ചിരി കുറവാണ് ലാസ്റ്റ് ക്വാർട്ടറിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഫണ്ടമെൻ്റലി ആ ഒരു സ്റ്റോക്ക് വീക്കാണെന്ന് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ, ബാക്കിയുള്ള റവന്യൂ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഏണിങ്സ് പെർ ഷെയർ നമുക്കിവിടെ നോക്കാം. ഏണിങ്സ് പെർ ഷെയർ 1 രൂപ 10 പൈസയാണ്. ഇവിടെ 1.30, 99, 0.99, 0.91, 0.78. അപ്പോൾ നമുക്ക് ഇവിടെ ഏണിങ്സ് പെർ ഷെയറും കുറച്ച് കുറവുണ്ട്, ബട്ട് നമുക്ക് ഇവിടെ നല്ല റവന്യൂ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ ഫൈനാൻഷ്യൽ ഇയറിൽ നല്ലൊരു റവന്യൂ ഗ്രോത്ത്, നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്കാണെന്ന് പറയാൻ സാധിക്കും. ചെറിയൊരു മൈന്യൂട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ഇൻകത്തിലും ഏണിങ്സ് പെർ ഷെയറിലും ഒരു ക്വാർട്ടർ ടു ക്വാർട്ടറിൽ ഒരു ചെറിയൊരു ഡൗൺ ഉണ്ടായി. അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ സ്വാഭാവികമാണ്, ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ. അപ്പം ഈ ഒരു മാർച്ച് ക്വാർട്ടറിലെ ഒരു സീസൺ ആയിരിക്കില്ല ജൂണിൽ. അപ്പം അങ്ങനെ ക്വാർട്ടർ ടു ക്വാർട്ടർ ചെക്ക് ചെയ്യുമ്പോഴത്തേനും കഴിഞ്ഞ വർഷത്തെ ജൂണിലെ ക്വാർട്ടറും ഈ ഒരു വർഷത്തിലെ ജൂണിലെ ക്വാർട്ടറും തമ്മിൽ ചെക്ക് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേരിയേഷൻ കിട്ടും. ബട്ട് മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, മാർച്ചിൽ ചിലപ്പോൾ സീസണിൻ്റെ പ്രോബ്ലംസ് വരാം, ഒരുപാട് മാറ്റങ്ങൾ വരാം. അപ്പം അവിടെ ക്വാർട്ടർ ടു ക്വാർട്ടർ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം പ്രോഫിറ്റ്സിൽ. അപ്പം ഇത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കറണ്ട് ഇയറിൽ, കറണ്ട് സിനാരിയോയിൽ, കറണ്ട് ക്വാർട്ടറിൽ. അപ്പം അതുപോലെ തന്നെ നല്ല ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഉണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണും വീണ്ടും റവന്യൂ പ്രോഫിറ്റ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ലെസണിലേക്ക് എത്തിയിട്ടുണ്ട്. അതെന്താണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് വൺ മെഷർമെൻറ്റ് ഓഫ് എ കമ്പനീസ് സൈസ്. ഇത് കമ്പനിയുടെ സൈസ് നമ്മൾ മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് എ കമ്പനീസ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർ ഓഫ് എ സ്റ്റോക്ക്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ എത്ര ഷെയർസ് ഉണ്ടോ അതിൻ്റെ എല്ലാം എത്ര ഷെയർസ് ഉണ്ടോ അതിനെ ഷെയർസിൻ്റെ നമ്പറിനെ ആ ഷെയറിൻ്റെ പ്രൈസുമായിട്ട് ഗുണിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ടിനെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കമ്പനി ചിലപ്പോൾ 500 കോടിയായിരിക്കും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ചില കമ്പനിയുടെ 5000 കോടിയായിരിക്കും. അപ്പം എത്ര മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ടോ അത്രയും ആ ഒരു കമ്പനി സൈസ് ബിഗ് ആണെന്ന് നമുക്ക് നോർമലായിട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഈ ഹൈ വോളിയം ഓർ മാർക്കറ്റ് ക്യാപ് റേഷ്യോ മീൻസ് ഹൈ ലിക്വിഡിറ്റി. അപ്പം നമുക്ക് ഹൈ വോളിയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈ വോളിയം അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപ് റേഷ്യോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹൈ ലിക്വിഡിറ്റി കിട്ടും. അപ്പം ഇവിടെ ലോ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കിൻ്റെ പ്രോബ്ലം എന്താണ്? ലോ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കിൻ്റെ പ്രോബ്ലമാണ് ചില സമയത്ത് അത് ഡിഫിക്കൽട്ടി ടു സെൽ, അത് നമുക്ക് ചില സമയത്ത് സെല്ല് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ എന്താണ്? മേ കേസ് യു ടു
ടേക്ക് എ ബിഗ്ഗർ ലോസ് ഇഫ് യു കനോട്ട് സെൽ ദ ഷെയർ വെൻ യു വാണ്ട് ടു. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ സെല്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോ ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അതാണ് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. വലിയ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണെങ്കിൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, എല്ലാ പ്രൈസ് പോയിന്റിലും എല്ലാ സമയത്തും ആ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ബൈ ചെയ്യാനും ഇഷ്ടമുള്ള സമയത്ത് സെല്ല് ചെയ്യാനും പറ്റും. ഓക്കെ, അതാണ് ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്, ഫോർ ബെറ്റർ ലിക്വിഡിറ്റി സെലക്ട് കമ്പനീസ് മോർ ദാൻ 100 crore മാർക്കറ്റ് ക്യാപിറ്റൽ. അതായത് നമുക്ക് നല്ല ലിക്വിഡിറ്റി കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കമ്പനി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും 100 കോടിക്ക് അധികം മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു ലിക്വിഡിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എല്ലാ 100 കോടിക്ക് മുകളിലുള്ള എല്ലാ കമ്പനിയിലും ലിക്വിഡിറ്റി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാ കമ്പനിയിലും നമുക്ക് ലിക്വിഡിറ്റി കിട്ടത്തില്ല, പക്ഷേ മാക്സിമം നമ്പറിൽ നമുക്ക് മാക്സിമം കമ്പനികളിലും നമുക്ക് ലിക്വിഡിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും അത് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഞാൻ ടാൻറ്റി അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഡെയിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഡെയിലി ചാർട്ട്, ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും പഠിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഡെയിലിയിൽ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഓപ്പൺ ആക്കുമ്പോഴത്തേനും നമുക്കിവിടെ ഇത് കണ്ടോ, ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ഡിസംബറിൽ നിന്ന് ഒരു ഡിസംബർ മാസത്തിൽ ഇവിടെ നിന്ന് ഇത് കണ്ടോ മൂവ് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മുകളിൽ വരെ പോയി. അതായത് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ 5% ഓരോ ദിവസവും കൂടി അല്ലെങ്കിൽ 10% ഓരോ ദിവസവും കൂടി, അതായത് സ്റ്റോക്ക് ട്രേഡ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ 400 നിന്ന് അടുത്ത ദിവസം 420 പോയി, പിന്നെ 440 പോയി, 460 പോയി, അങ്ങനെ മുകളിലേക്ക് പോയി. ഈ ഒരു താഴെയൊക്കെ എൻട്രി എടുത്തവർ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു മുകളിൽ ചെന്നതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് താഴോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ താഴോട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ ഒന്നും നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റത്തില്ല, ആ ഒരു സ്റ്റോക്ക് വിറ്റ് കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിൽ ചെറിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകാനുള്ളത്. ബട്ട് വീണ്ടും അത് താഴോട്ട് വന്ന് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വാങ്ങാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ബൈ ചെയ്യാനും ഇഷ്ടമുള്ള സമയത്ത് സെല്ല് ചെയ്യാനും പറ്റുന്ന കമ്പനികളിൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾ അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുറത്ത് കിടക്കാൻ പറ്റാതെ വരും. അതിങ്ങനെ നമ്മൾ വിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ നടക്കത്തില്ല, വിറ്റ് പോകത്തില്ല, ആരും വാങ്ങാനുണ്ടാവില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒരു ജസ്റ്റ് ഒരു 100 crore മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു മെഷർമെൻറ്റ് വെച്ചേക്കുവാണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ലിക്വിഡിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 100 മാർക്കറ്റ് ക്രോറിന് താഴെയുള്ള കമ്പനീസ് നമ്മൾ അവോയ്ഡ് ചെയ്യുവാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കാം. ക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ ഈ ഒരു കമ്പനിയുടെ ജസ്റ്റ് മാർക്കറ്റ് ക്യാപിറ്റൽ ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ക്യാപിറ്റൽ 47 കോടിയാണ്. അപ്പോൾ ഇവിടെ എന്താണ് 100 കോടിയിൽ താഴെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു സ്റ്റോക്ക് എക്സാമ്പിളായിട്ട് എടുത്തിട്ടുണ്ട്. റിച്ച ഇൻഫോസിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇവിടെ എന്താണ് ഈ ഒരു സ്റ്റോക്കിൽ ഇതുണ്ടോ ഇങ്ങനെ ഡോട്ടായിട്ട് താഴോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് കണ്ടോ ഡോട്ടായിട്ട് ഇവിടെ ഒന്നും പ്രൈസ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നില്ല. പ്രൈസ് നേരിട്ട് മുകളിലേക്കും നേരിട്ട് താഴോട്ടൊക്കെ പോരുകയാണ്. ഇവിടെ ഒന്നും ബയേഴ്സും സെല്ലേഴ്സും ഒന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ അവിടെ ബൈ ചെയ്യാനുള്ള ആളുകളില്ല. മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ സെല്ല് ചെയ്യാനും ആൾക്കാരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോഴത്തേനും ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ കാണുവാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ 100 കോടിയിൽ കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഞാനിവിടെ ആ ഒരു റിച്ച ഇൻഫോസിസ്റ്റത്തിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ എടുത്തിട്ടുണ്ട്. അത് 18 കോടിയാണ്. അപ്പോൾ ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ 100 കോടിയിൽ താഴെയാണ്. അപ്പം അവിടെ ലിക്വിഡിറ്റി ഒന്നും നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നേ ഇല്ല. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഒരു സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കാണ് അന്ന ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അന്ന ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ആ ഒരു സെയിം ആയിട്ടുള്ള ആ ഒരു ഇത് കണ്ടോ, ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ വിറ്റ് കളയാൻ ആരും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് താഴോട്ട് പോരുന്ന സമയത്ത് ഇത് കണ്ടോ വാങ്ങാൻ ആരുമില്ല ഈ ഒരു പ്രൈസിലൊന്നും. അതിനുശേഷം ഇവിടെ ചെറിയ രീതിയിലൊന്ന് മൂവ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ആണെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഓർഡറൊന്നും എക്സിറ്റ് ആകണമെന്നില്ല. വീണ്ടും താഴോട്ട് വന്ന് ഇതുണ്ടോ എത്രമാത്രം താഴോട്ട് വന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും മുകളിലേക്ക് പോയി ഇങ്ങനെയൊക്കെ പോകുന്നു. ഇത് വൈൽഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ലിക്വിഡിറ്റി ഇല്ല, എല്ലാ പ്രൈസ് പോയിന്റിലും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ ഒന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വെറും 4 കോടിയാണ് കിട്ടുന്നത്. അപ്പം ഒരുപാട് കുറവാണ്. അപ്പം മാർക്കറ്റിൽ ആയിരക്കണക്കിന് സ്റ്റോക്കുകൾ
ഒരു 100 മാർക്കറ്റ് ക്യാപിറ്റലിലേക്ക് താഴെയുള്ളതുണ്ട്. അപ്പം എല്ലാ 100 മാർക്കറ്റ് ക്യാപിറ്റൽ താഴെയുള്ള സ്റ്റോക്കുകളും ലിക്വിഡിറ്റി ഇല്ലെന്ന് പറയാൻ പറ്റില്ല. മാക്സിമം സ്റ്റോക്കുകളും 100 ക്യാപിറ്റലിൽ 100 കോടിയിൽ താഴെയാണ് മാർക്കറ്റ് ക്യാപിറ്റൽ എങ്കിൽ അവിടെ ലിക്വിഡിറ്റി കുറവ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതല്ല 100 കോടിയിൽ താഴെയുള്ള കമ്പനികൾ നമ്മൾ പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിനാരിയോയിൽ നമ്മൾ ചാർട്ടിൽ പോയി നോക്കാം ഇങ്ങനെയുള്ള വൈൽഡ് മൂവ്മെൻറ്റ് ആ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്നുണ്ടോ. അപ്പം അങ്ങനെ ഇല്ല, എല്ലാ പ്രൈസ് പോയിന്റിലും സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുവരെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനാണ് നമ്മൾ അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് സ്റ്റോക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കയറി പോകുന്നു. ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ മുകളിലേക്ക് അപ്പർ സർക്യൂട്ട് അടിച്ച് പോകുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അത് ലോവർ സർക്യൂട്ട് അടിച്ച് താഴോട്ട് വരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും അടിക്കുന്ന സ്റ്റോക്കുകളൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതാണ് ഇതിൻ്റെ അന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് 52 വീക്ക് ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, എന്താണ് 52 വീക്ക് ഹൈ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം. അപ്പം 52 വീക്ക് ഹൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമുക്കറിയാം ഒരു വർഷത്തിൽ നമുക്ക് 52 വീക്കാണ് ഉള്ളത്. ഈ ഒരു 52 വീക്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഇങ്ങനെയാണ്. ആ ഒരു സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒരു 300 എന്ന റീജിയനിലാണ്. അതിനുശേഷം കുറച്ച് മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, ഇങ്ങനെ മുകളിലേക്ക് പോയി താഴോട്ട് വന്ന്, ഇങ്ങനെ പോയി താഴോട്ട് വന്ന്, ഇങ്ങനെ മുകളിൽ പോയി ഇങ്ങനെ താഴോട്ട് വന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹൈ ഏതാണ്? ഇതാണോ ഹൈ? അല്ല. ഇതാണോ ഹൈ? അല്ല. ഇതാണോ ഹൈ? അല്ല. ഈ കാണുന്ന ഈ ഒരു പോയിൻ്റാണ് ഹൈ. അപ്പം ഈ ഒരു പോയിൻറ്റിനെയാണ് നമുക്ക്, അതായത് ഏറ്റവും മുകളിൽ സ്റ്റോക്ക് ഈ ഒരു 52 വീക്കിൽ ഏറ്റവും കൂടുതൽ മുകളിൽ ഏതൊരു പോയിന്റിലാണ് പോയത്? ഈ ഒരു പോയിന്റിലാണ് പോയത്. അപ്പം ഈ ഒരു പോയിന്റ്, ഈ ഒരു പ്രൈസ് പോയിന്റിനെയാണ് നമ്മൾ ഇവിടെ എത്രയാണോ പ്രൈസ് പോയിന്റ്, അത് ആ ഒരു പ്രൈസ് പോയിന്റിനെ നമുക്ക് 52 വീക്ക് ഹൈ എന്ന് പറയാൻ സാധിക്കും. ഈ ഒരു പോയിന്റാണ് നമ്മുടെ 52 വീക്ക് ഹൈ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു മൂവ്മെൻറ്റ് തന്നിരിക്കുന്നത്, അതിനുശേഷം ഇങ്ങനെയായിരിക്കും ഒരു മൂവ്മെൻറ്റ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ഏതാണ് 52 വീക്ക് ഹൈ? ഈ കാണുന്നതാണ് 52 വീക്ക് ഹൈ. ഈ കാണുന്ന പോയിൻ്റാണ് 52 വീക്ക് ഹൈ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി when a security's current price is relative to where it has traded over the last 52 weeks. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 52 വീക്കിൽ എവിടെയാണ് അത് ട്രേഡ് ചെയ്തത് എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏത് പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ ഹൈ ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് 52 വീക്ക് ഹൈ. അപ്പം ആ 52 വീക്ക് ഹൈ ഷോസ് ദാറ്റ് ദർ ഈസ് എ സ്ട്രോങ് ചാൻസ് ടു സിഗ്നിഫിക്കൻറ്റ് ഗെയിൻ എഹെഡ്. അതായത് നമ്മൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെന്താണ് ചെയ്യുന്നത്? ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് പതിയെ താഴോട്ട് വരുന്നതനുസരിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്യും. ബട്ട് നമ്മളെന്താണ് ചെയ്യുന്നത്? ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കത്തില്ല. ക്വാളിറ്റി ഉള്ള സ്റ്റോക്സ് മുകളിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇതാണ് ഇൻവെസ്റ്ററും സ്വിംഗ് ട്രേഡറും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ പേഴ്സണലി അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡിൽ എന്താണ്, സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സിറ്റുവേഷനിൽ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കിൽ നല്ല എൻട്രി കിട്ടുവാണെങ്കിൽ മുകളിലേക്ക് പോകുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താണ്? ഓരോ തവണ സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സമയത്തും ഒരുപക്ഷെ 52 വീക്ക് ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. ഇത് പുതിയ 52 വീക്ക് ഹൈ ആയി. വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോയി താഴോട്ട് വന്നു, പുതിയ 52 വീക്ക് ഹൈ ആയി. വീണ്ടും ഇങ്ങനെ ട്രേഡ് ചെയ്ത് വീണ്ടും പുതിയ 52 വീക്ക് ഹൈ ഉണ്ടാക്കി. അതിനുശേഷം ഇത് 52 വീക്ക് ഹൈ ആയി. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന അനുസരിച്ച് ഈ ഒരു 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്ത് അതിലും കൂടുതൽ പ്രൈസിലേക്ക് പോകുന്നതനുസരിച്ച് വീണ്ടും അത് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം 52 വീക്ക് ഹൈക്ക് ഇമ്പോർട്ടൻസ് എന്താണ്? ഒരു കമ്പനി ഒരു വർഷ ടൈം പീരീഡിൽ ആ ഒരു കമ്പനി ഈ ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു 52 വീക്ക് ഹൈയോട് ചേർന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു സ്റ്റോക്ക് നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. ആ ഒരു സ്റ്റോക്കിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റേഴ്സും എൻട്രി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രേഡേഴ്സും എൻട്രി എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു 52 വീക്ക് ഹൈക്ക് മുകളിലേക്ക് പോകാനാണ് ട്രൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 52 വീക്കിന് മുകളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം സ്ട്രോങ് ചാൻസ് സിഗ്നിഫിക്കൻറ്റ് ഗെയിൻ ഹെഡ്, അതായത് 52 വീക്ക് ഹൈക്ക് മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും സ്ട്രോങ് ചാൻസ് ആണ്, മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വീണ്ടും കൂടുതലാണ്. ഓക്കെ, അപ്പം നമ്മളെപ്പോഴും എന്താണ്, ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ
വിലക്കുറവിലല്ല മേടിക്കുന്നത്. ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുന്ന സമയത്താണ് മേടിക്കുന്നത്. അതും 52 വീക്കിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സമയത്താണ് എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ ഈ ഒരു 52 വീക്കിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സ്റ്റോക്കുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അതിനുവേണ്ടി നമ്മളൊരു ചെറിയൊരു മെഷർമെൻറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 20% എവേ ഫ്രം ദ 52 വീക്ക് ഹൈ. അതായത് എക്സാമ്പിളായിട്ട് ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ വന്നാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹൈ എത്രയാണ്? ഹൈ ഈ കാണുന്നതാണ്. അപ്പം ഇത് ഒരു 1000 എന്ന പ്രൈസിലായിരുന്നു ഇതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് എത്രയാണ്? അതൊരു 900-ലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 20% എവേ ഫ്രം 52 വീക്ക് ഹൈ. അപ്പം 20%-നോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ, 52 വീക്ക് ഹൈയിനോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ എത്രയാണ്? 1000-ൻ്റെ 20% എത്രയാണ്? 200. അപ്പം നമ്മുടെ 1000-ൻ്റെ 20% 200 ആണെങ്കിൽ ഈ ഒരു 800 എന്ന റീജിയണിന് ഉള്ളിൽ 800-നും 1000-നും ഇടയ്ക്കാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാം. കാരണം നമ്മൾ 20%-നുള്ളിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അപ്പം സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ നേരിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൊമെൻറ്റോ അല്ല കിട്ടുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ താഴോട്ട് വരുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൊമെൻറ്റോ അല്ല കിട്ടുന്നത്. സ്റ്റോക്ക് പതുക്കെ ചിലപ്പോൾ മുകളിലേക്ക് പോകും, താഴോട്ട് വരും, മുകളിലേക്ക് പോകും. ഇങ്ങനെ വൈൽഡായിട്ടുള്ള മൊമെൻ്റാണ് കിട്ടുന്നത്. ആർക്കും പെട്ടെന്ന് അങ്ങ് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അത് ചിലപ്പോൾ താഴോട്ട് വരും, ഇങ്ങനെ വന്ന് ഒറ്റയടിക്ക് മുകളിലേക്ക് പോകും. ഇങ്ങനെയുള്ള ഒരു മൊമെൻ്റാണ് കിട്ടുന്നത്. നമുക്കങ്ങനെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്താണ് നോക്കുന്നത്? നമുക്ക് ഒരു സ്റ്റോക്കിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്റ്റോക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്റ്റോക്കായിരിക്കും. അപ്പം ഇവിടെ 52 വീക്ക് ഹൈ ഏതാണ്? ഇതാണ്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഒരുപാട് താഴെയാണ്. അപ്പം നമ്മുടെ റേഞ്ച് എവിടെയാണ്? നമുക്ക് 52 വീക്കിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു റീജിയൻ, ഇത്രയും റീജിയനിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് 52 വീക്ക് ഹൈയോട് 20% അടുത്താണോ നിൽക്കുന്നത്? അല്ല, ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യില്ല. ഇനി മറ്റൊരു സ്റ്റോക്ക് ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നമ്മുടെ 20% ഒരുപക്ഷെ ഇതായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്ക് 20%-നുള്ളിലാണോ ട്രേഡ് ചെയ്യുന്നത്? ഇതിനുള്ളിലാണോ ട്രേഡ് ചെയ്യുന്നത്? ഇതിനോട് ചേർന്നാണോ ട്രേഡ് ചെയ്യുന്നത്? അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ റിജക്റ്റ് ചെയ്യും. അപ്പം അടുത്ത മറ്റൊരു സ്റ്റോക്കാണ് നമ്മുടെ 52 വീക്കിനോട്, ഇതാണ് 52 വീക്ക് ഹൈ, ഇത് 20% താഴെ. അപ്പം ഇതിനുള്ളിലാണോ നിൽക്കുന്നത്? അതെ, ഈ ഒരു ലാസ്റ്റ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ഏതാണ്? ഇതിനുള്ളിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ 52 വീക്ക് ഹൈയോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ കൂടുതലായിട്ടും പിക്ക് ചെയ്യുന്നത്. ഓക്കെ, ഒരുപക്ഷെ ചില സ്റ്റോക്കുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമോ? തീർച്ചയായിട്ടും പിക്ക് ചെയ്യും. ഹൈയോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. അതായത് ഹൈ ക്രിയേറ്റ് ചെയ്താണ് ഒരു സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് കണ്ടോ, 20% ഇവിടം വരെയുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? 52 വീക്ക് ഹൈയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൽ എൻട്രി എടുക്കുമെന്നാണോ? അല്ല, 52 വീക്ക് ഹൈയോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റോക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. അതിൻ്റെ അകത്ത് നമ്മൾ റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്, ഏണിങ്സ് പെർ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ടെക്നിക്കലി ഇത് സ്ട്രോങ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ടെക്നിക്കൽ അനാലിസിസ് വഴി ഇതിൻ്റെ അകത്ത് എൻട്രി കിട്ടുന്നുണ്ടെങ്കിലാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് വീണ്ടും പറയുവാണ്. ചിലവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ചിലവർക്ക് കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാമ്പിൾ കാണിച്ചു തന്നു കഴിഞ്ഞാലാണ് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ എന്താണ്, RK4ൻ്റെ വീണ്ടും എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നോക്കുക, എപ്പോഴും ഈ ഒരു റീജിയണിൽ ഇതുണ്ടോ, എപ്പോഴും അത് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഹൈ കട്ട് ചെയ്താണ് പോകുന്നത്. ഒരിക്കലും ഇങ്ങനെയല്ല പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ താഴോട്ട് പോകുന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. നമുക്കെന്താണ്, മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. കണ്ടോ, ഹൈ കട്ട് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ക്വാളിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഓക്കെ, അപ്പം ഇവിടെ ജൂലൈ തൊട്ട് ഈ ഒരു ജൂലൈ വരെ ഒരു വർഷത്തെ കാലയളവാണ്. അപ്പോൾ ഇവിടെ 52 വീക്ക് ഹൈ ഏതാണ്? അതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ആദ്യമേ. ഇതാണ് 52 വീക്ക് ഹൈ. അപ്പോൾ 52 വീക്ക് ഹൈയിനോട് ചേർന്നാണോ ട്രേഡ് ചെയ്യുന്നത്? അതെ, ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കറക്റ്റ് ഹൈയിനോട് ചേർന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 52 വീക്ക് ഹൈ ഈ 480 അടുത്താണ് 52 വീക്ക് ഹൈ. അപ്പം അതും അതിൻ്റെ എത്രയാണ്? 400 അതിൻ്റെ 20%. അപ്പം ഈ ഒരു 400-നുള്ളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ കൺസിഡർ ചെയ്യാം എൻട്രി. അതല്ല, ഈ ഒരു സ്റ്റോക്ക് കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വന്ന് ഈ ഒരു റീജിയന് താഴെ എത്തി. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ്, 52 വീക്ക് ഹൈ ഇത് തന്നെയാണ്. ബട്ട്
ഇത് 20% ആണ്. അപ്പം ഈ ഒരു ഷെയ്ഡഡ് റീജിയന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ പിന്നെ എൻട്രി എടുക്കത്തില്ല. അത് പിന്നെ ബീറിഷ് മൂഡിലേക്ക് പോയി. ഒരുപക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴോട്ട് പോരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 20% എന്താണ് നമ്മൾ എടുത്തത്? ഒരു സ്റ്റോക്ക് എപ്പോഴും മുകളിലേക്ക് പോകുമ്പോൾ കണ്ടോ ചെറിയ കറക്ഷൻസ് ഉണ്ടാകുന്നു, വീണ്ടും കറക്ഷൻസ് ഉണ്ടാകുന്നു, വീണ്ടും കറക്ഷൻസ് ഉണ്ടാകുന്നു. അപ്പം ഈ ഒരു കറക്ഷൻസ് ഒരു 10 to 15% അല്ലെങ്കിൽ 20% ആ ഒരു ഇതിനുള്ളിൽ തന്നെ നിൽക്കും. ഈ താഴോട്ട് പോരുന്നത് ചെറുതായിരിക്കും. ഒരിക്കലും മുകളിലേക്ക് ഇത്രയും പോയിട്ട് താഴോട്ട് ഇത്രയും പോയിട്ട് ഇങ്ങനെ പോകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റോക്കുകൾ താഴോട്ട് പോരുന്നത് ചെറുതായിരിക്കും, മുകളിലേക്ക് പോകുന്നത് വലുതായിരിക്കും. ഇതുണ്ടോ, മുകളിലേക്ക് പോകുന്നത് വലുതായിരിക്കും, താഴോട്ട് പോരുന്നത് എന്താണ്, ഇത് ചെറുതായിരിക്കും. ഇതുണ്ടോ? ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോക്ക് ക്വാളിറ്റിയുള്ള സ്റ്റോക്കാണ്, മുകളിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അകത്ത് നല്ലൊരു എൻട്രി കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ അകത്താണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം, വോൾട്ടാസ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുക. ഈ ഒരു സ്റ്റോക്കിൻ്റെ ജൂലൈ തൊട്ട് ജൂലൈ വരെയുള്ള ടൈം പീരീഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ജൂലൈ തൊട്ട് ഈ ഒരു ജൂലൈ വരെയുള്ള ടൈം പീരീഡിൽ ഇതിൻ്റെ ഹൈ ഏതാണ്? ഇതാണ് 1050 എന്ന പ്രൈസാണ് ഹൈ. അപ്പം അതിൻ്റെ 20% എത്രയാണ്? ഏകദേശം 950 ചേർന്നാണ് 20%. അപ്പം ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന എവിടെയാണ്? ഏകദേശം ഒരുപാട് താഴെയാണ്, ഈ ഒരു പോയിന്റിലാണ്, 800 താഴെയാണ്, 750 റീജിയനിലാണ്. അപ്പം ഈ ഒരു റീജിയൻ്റെ അകത്താണോ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതിന് മുകളിലാണോ ട്രേഡ് ചെയ്യുന്നത്? മുകളിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക് നമ്മൾ എടുക്കണോ? വേണ്ട. സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് കാണുമ്പോൾ തന്നെ അറിയാം താഴോട്ടാണ് പോരുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നില്ല, മുകളിലേക്കാണ് പോകുന്നത്. ആ ഒരു സ്റ്റോക്കിലാണ് എൻട്രി എടുക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഈ താഴോട്ട് വരുന്ന സ്റ്റോക്കിൽ ആരാണ് എൻട്രി എടുക്കുന്നത്? ഇൻവെസ്റ്റേഴ്സാണ് എൻട്രി എടുക്കുന്നത്, നമ്മളല്ല. ഓക്കെ, നമ്മൾ ഒരുപാട് ലോങ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം കുറച്ച് സഡൻ ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടണം, സ്പീഡ് കിട്ടണം. ഓക്കെ, ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യുന്നവരല്ല നമ്മൾ. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സ്റ്റോക്കിൻ്റെ പേരാണ് ആർത്തി ഡ്രഗ്സ്. ഈ ഒരു സ്റ്റോക്ക് നോക്കുക. ഈ ഒരു 52 വീക്ക് ഹൈ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏകദേശം ഓഗസ്റ്റ് മാസം തൊട്ട് ഈ ഒരു കറൻറ്റ് ഡേ വരെ. ഇവിടെ എന്താണ്, ലാസ്റ്റ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത് 574. അപ്പോൾ ഇവിടെ എന്താണ്, 52 വീക്ക് ഹൈ ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇപ്പോഴത്തെ കറൻറ്റ് സിനാരിയോയിൽ ഏതാണ്? ഈ കാണുന്നതാണ് 52 വീക്ക് ഹൈ. ഈ കാണുന്നതാണ് 52 വീക്ക് ഹൈ. അപ്പം 52 വീക്ക് ഹൈ ഏകദേശം 600 ചേർന്നാണ്. അതിൻ്റെ 20% എത്രയാണ്? ഏകദേശം 540 അടുത്താണ് അതിൻ്റെ 20% വരുന്നത് ഈ ഒരു റീജിയനിൽ. അപ്പം ഈ ഒരു റീജിയനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. അതെ, ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുമോ? പിക്ക് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നല്ലൊരു എൻട്രി കിട്ടുവാണെങ്കിൽ 52 വീക്ക്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുക, സ്റ്റോക്ക് കുറച്ച് ടൈമായിട്ട് ഇത് മുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുക. നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. അതല്ല ഇങ്ങനെ താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കണോ? പറ്റത്തില്ല, എൻട്രി എടുക്കരുത്. ഓക്കെ, അപ്പം നമ്മൾ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ കണ്ടോ, ഈ ഒരു റീജിയൻ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു റീജിയൻ കട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ, 52 വീക്ക് ഹൈ വീണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചാൻസ് ആണ്, ബയേഴ്സ് സ്ട്രോങ് ആണ്, വീണ്ടും മുകളിലേക്ക് പോകാനാണ് ട്രൈ ചെയ്യുന്നത്. നമ്മളും അതിൻ്റെ കൂട്ടത്തിലാണ് ചേരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ എടുത്തിട്ടുണ്ട്. എന്താണ്? ഉഷാമാർട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു ഉഷാമാർട്ട് നോക്കുക. ഇവിടെ നമ്മൾ ഈ ഒരു ഓഗസ്റ്റ്, ഈ കാണുന്നത് നമ്മുടെ ഓഗസ്റ്റ്. അപ്പോൾ ഇതിനുള്ളിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോയി. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു റീജിയനിൽ നമ്മൾ ഓർത്തു വീണ്ടും മുകളിലേക്ക് പോകാണല്ലോ, ഇത്രയും മുകളിൽ പോയല്ലോ, വീഴുമെന്ന് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ചെറിയ ഒരു കറക്ഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോയി. വീണ്ടും നമ്മൾ ഓർത്തു അപ്പോൾ ഇത്രയും മുകളിൽ പോയി, ഇത് വീഴാൻ ചാൻസ് ഉണ്ട്. വീണോ? ഇല്ല, സ്റ്റോക്ക് മുകളിലേക്ക് പോയി. വീണ്ടും മുകളിലേക്ക് പോയി, നമ്മൾ വീഴുമെന്ന് ഓർത്തു. വീണോ? ഇല്ല. അതാണ് സ്റ്റോക്കിൽ നമ്മൾ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കിലാണ് എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്കിലാണ് എൻട്രി എടുക്കേണ്ടത്. ട്രെൻഡൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേനും പഠിക്കും. മാക്സിമം സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് പറഞ്ഞു തരാൻ നോക്കുന്നത്. മുമ്പോട്ട് പോകുമ്പോഴത്തേനും കുറച്ചും കൂടെ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ 52 വീക്ക് ഹൈ ഏതാണ്? ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ കാണുന്നതാണ് 52 വീക്ക് ഹൈ. അതിൻ്റെ 20% എത്രയാണ്? ഏകദേശം ഈ ഒരു റീജിയനിലൊക്കെയാണ്, കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എങ്കിലും ഈ ഒരു റീജിയനിലാണ്. ഇപ്പോഴും 52 വീക്ക് ഹൈ 20%-നുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതെ, 20%-നുള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചാർട്ടിൽ നിന്ന് ഓരോ ചാർട്ട് ഓപ്പൺ ആക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഈ ഒരു 20% എന്നത് ഒരു എക്സാക്റ്റ് ആണോ? അതൊരിക്കലും അല്ല. നമുക്ക് വേണമെങ്കിൽ 25 വേണമെങ്കിൽ കുറച്ചൊന്ന് മാറ്റാം. മാക്സിമം 25 ഒക്കെയാണ് ബെറ്റർ. അതിലും കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ
ഒരുപക്ഷേ 52 വീക്ക് ഹൈയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു മൊമെൻ്റൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ താഴോട്ട് വരും. അപ്പോൾ ഇവിടെ ഇത്രയും താഴോട്ട് പോരുന്നത് അത്ര നല്ലതല്ല ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ചെറിയ രീതിയിൽ ഇത്രയൊക്കെ പോയിട്ട് ഈ ഒരു റീജിയൻ വരെയൊക്കെ വരുന്നത് ഓക്കെ. അപ്പം ഇതിലും കൂടുതൽ താഴോട്ട് പോരുന്നത് ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 20 വേണമെങ്കിൽ 25 പോകാം. ഓക്കെ, അപ്പം എറൗണ്ട് ഓക്കെ. അപ്പം 52 വീക്ക് ഹൈനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റോക്കുകളാണെങ്കിൽ അത് കുറച്ചും കൂടെ ആ 52 വീക്ക് ഹൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ 52 വീക്ക് ഹൈക്ക് ഉള്ള സ്റ്റോക്കുകൾ മാത്രമാണോ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരിക്കലും അല്ല. ഒരുപക്ഷേ താഴെ നിന്നായിരിക്കും സ്റ്റോക്കുകൾ മൂവ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ കുറച്ച് ഡിഫൈൻ ചെയ്തിട്ടുള്ള റൂൾസ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ 8ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് വോളിയം ചേഞ്ച് ഇൻ വീക്ക്ലി ആൻഡ് ഡെയിലി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്നിക്കൽ അനാലിസിൽ പഠിക്കും. പക്ഷേ നമ്മൾ ആ സ്റ്റോക്ക് സ്ക്രീനർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എന്താണ്? ഹൈ വോളിയം ചേഞ്ച് ഷോസ് ദ ഡിമാൻഡ് ഓർ സപ്ലൈ ഓഫ് എ സ്റ്റോക്ക്. അതായത് മാർക്കറ്റിൽ ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരുപാട് പേര് വാങ്ങാനുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. സ്റ്റോക്കോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ എത്തിക്കഴിയുമ്പോഴത്തേനും ഒരുപാട് പേര് ആ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് പേര് മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് താഴോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഡിമാൻഡ് സപ്ലൈ. ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് എന്താണ്? ഇത് മുകളിലേക്ക് പോകും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ്. സപ്ലൈ ഒരുപാട് പേര് വിൽക്കാൻ റെഡിയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് അങ്ങോട്ട് വരും, താഴോട്ട് വരും. അതായത് ഒരുപാട് പേര് വിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ആരുടെ അടുത്തുനിന്ന് വേണമെങ്കിലും മേടിക്കാം, നമുക്കപ്പോൾ വില കുറച്ച് മേടിക്കാനാണ് നോക്കുന്നത്. അതല്ല, ഒരുപാട് പേര് വാങ്ങാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് പേരാണ് അത് ഹോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ അവർ പറയും അങ്ങനെ തരത്തില്ല, മാക്സിമം പ്രൈസ് തന്നു കഴിഞ്ഞാൽ മാത്രമേ തരത്തുള്ളൂ എന്ന് പറയും. ഇങ്ങനെ പ്രൈസ് കൂടി പോകും. അതാണ് നമ്മൾ നോർമലായിട്ട് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പം ഒരുപാട് പേര് വാങ്ങാനൊക്കെ വരുവാണെങ്കിൽ അവിടെ ഹൈ വോളിയം ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ ഒരുപാട് പേര് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വലിയ സ്പീഡിലുള്ള പ്രൈസിലുള്ള വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഞാൻ നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്, റൈസിങ് സ്റ്റോക്ക് പ്രൈസ് വിത്ത് ഇൻക്രീസിങ് വോളിയം ഇൻഡിക്കേറ്റിംഗ് എ സ്ട്രോങ് ബുള്ളിഷ്നെസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. റൈസിങ് സ്റ്റോക്ക് വിത്ത് ഇൻക്രീസിങ് വോളിയം ഇൻഡിക്കേറ്റിംഗ് എ സ്ട്രോങ് ബുള്ളിഷ്നെസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഞാനിവിടെ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, കല്യാൺ ജുവലേഴ്സ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്റ്റോക്കാണ്. ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് വോളിയം കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു വോളിയം ഒക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഈ കാണുന്ന ബാർസ്, അത് വോളിയംസ് ആണ് ഷോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു വോളിയംസ് ഈ ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഈ ഒരു ഏപ്രിൽ വരെയുള്ള മാസത്തിൽ കുറച്ച് കുറവാണ് ഈ ഒരു ജൂലൈ ഈ ഒരു ടൈം പീരീഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ ലോ വോളിയമാണ്, ഇവിടെ ഇൻക്രീസ്ഡ് വോളിയം. ഇവിടെ കണ്ടോ, ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഇവിടെ വോളിയം ഇൻക്രീസ് ആകുന്നുണ്ട്. ഇതുണ്ടോ, വോളിയം ഇൻക്രീസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വോളിയം ഇൻക്രീസ് ആകുന്നതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് ഇത് കണ്ടോ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു സ്ട്രോങ് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? ലോ വോളിയമാണ്, അതനുസരിച്ച് ഇതുണ്ട് സ്റ്റോക്കും ആ ഒരേ ലെവലിൽ തന്നെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ സ്വിംഗ് ട്രേഡേഴ്സ് എൻട്രി എടുക്കുമോ ഈ ഒരു ലോ വോളിയത്തിൻ്റെ സമയത്ത്? ഇല്ല, നമുക്ക് ഈ ഒരു ടൈമിൽ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയേ ഇല്ല. ഓക്കെ, ബട്ട് ഇവിടെ എന്താണ്? വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്, സ്റ്റോക്ക് പ്രൈസും ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലാസ്റ്റ് ഹെവി ആയിട്ട് ഈ ഒരു റീജിയണിൽ നല്ലൊരു വോളിയം നല്ല രീതിയിൽ ഇൻക്രീസ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ എന്താണ്? അതിനനുസരിച്ച് ഇവിടെ സ്റ്റോക്ക് പ്രൈസും നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റീജിയണിൽ നമ്മൾ എൻട്രി എടുക്കുമോ? എൻട്രി എടുക്കും. നമുക്ക് നല്ല സ്പീഡായിട്ടുള്ള മൊമെൻറ്റമാണ് വേണ്ടത്. അപ്പം നല്ല ഇൻക്രീസിങ് വോളിയം വിത്ത് ഇൻക്രീസിങ് സ്റ്റോക്ക് പ്രൈസ്, അത് നല്ലൊരു ബുള്ളിഷ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു നല്ല എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. മുമ്പോട്ട് പോകുമ്പോഴത്തേന് നല്ല രീതിയിൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് സ്ക്രീനർ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് ഡേറ്റാസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരുമ്പോഴത്തേനും സ്റ്റോക്കിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്കവിടെ നമുക്ക് എൻട്രി കണ്ടെത്താനും ബുദ്ധിമുട്ട് വരും. കുറച്ച് സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ അകത്ത് പോയി
ടെക്നിക്കൽ അനാലിസിസ് നടത്തിയിട്ട് നല്ല എൻട്രീസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് കുറേ സ്റ്റോക്കുകൾ നമ്മുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ അകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പം ഇനിയും കൂടുതലായിട്ടുള്ള ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സിനെ അതിൻ്റെ അകത്തിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫിൽറ്റർ ചെയ്ത് വരുമ്പോഴത്തേനും സ്റ്റോക്കുകളുടെ എണ്ണം വളരെ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇല്ലാതെ തന്നെയായി പോകുമെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയിട്ടുള്ള നമുക്ക് കമ്പനിയുടെ റവന്യൂ നല്ല രീതിയിൽ കൂടണം, നല്ല രീതിയിൽ പ്രോഫിറ്റ് കൂടണം, അതുപോലെ തന്നെ നല്ല ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആകണം. അതായത് വോളിയത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ അത് വോളിയം ഒരു വീക്കിലിയിൽ ഇയർലിയിലൊക്കെ നമുക്ക് വീക്കിലിയിൽ ഡെയിലിയിലൊക്കെ നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആകണം. അപ്പം മാക്സിമം അതായത് ലാസ്റ്റ് ടൈമിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വോളിയം ഇൻക്രീസ് ആകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നമുക്ക് ആ ഒരു വോളിയം ചേഞ്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം 52 വീക്ക് ഹൈ അതെന്തിനാണ്? നമുക്ക് സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു കോമൺ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് നമുക്ക് കുറേ സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം അതിനാണ് നമ്മൾ ഹൗ ടു ക്രിയേറ്റ് എ ഫ്രീ സ്റ്റോക്ക് സ്ക്രീനർ. ഇത് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിലെ 9ാമത്തെ ലെസൺ ആണ്. അപ്പം ഇതിൻ്റെ അത് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് അതാണ് ഈ ഒരു ടിക്കർ ടേപ്പിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പോയി നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രീ സ്റ്റോക്ക് സ്ക്രീനർ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം എന്നും കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ എന്താണ് സ്റ്റോക്ക് സ്ക്രീനറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? സ്റ്റോക്ക് സ്ക്രീനർ ആർ ടൂൾ ദാറ്റ് അലോ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ടു സോർട്ട് ത്രൂ തൗസൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ടു ഫൈൻഡ് ദോസ് ദാറ്റ് ഫിറ്റ് ദെയർ ഓൺ മെത്തഡോളജീസ്. അതായത് സ്റ്റോക്ക് സ്ക്രീനർ ഒരു ഇൻവെസ്റ്റേഴ്സിനെയും ട്രേഡേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറേ തൗസൻഡ്സ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റിയിൽ നിന്ന് അവരുടെ മെത്തഡോളജിക്ക് അനുസരിച്ച്, അതാണ് ഇമ്പോർട്ടൻസ്, അവരുടെ ആ ഒരു ട്രേഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവരുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ മെത്തഡോളജിക്ക് അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ലൊരു മിഷനാണെന്ന് പറയാൻ സാധിക്കും സ്റ്റോക്ക് സ്ക്രീനർ. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് സ്ക്രീനർ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സ്റ്റോക്ക് സ്ക്രീനർ അവൈലബിൾ ആണ്. അപ്പം നമുക്കിവിടെ ടിക്കർ ടേപ്പ് ഉണ്ട്, ചാർട്ട് ഇങ്ക് ഉണ്ട്, സ്ക്രീനർ.in ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ടിക്കർ ടേപ്പ് എന്നത്. അപ്പം ഞാൻ പേഴ്സണലി ടിക്കർ ടേപ്പാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടിക്കർ ടേപ്പാണ് എല്ലാവരിലേക്കും ഇൻട്രൊഡ്യൂസും ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടിക്കർ ടേപ്പിൽ പോയിട്ട് നമുക്ക് എങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിൽ 1ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരുപക്ഷെ മുമ്പോട്ട് പോകുമ്പോഴത്തേനും അതും കൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അതിനുശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? 1 by 1 ആയിട്ട് ആ ഒരു സ്റ്റോക്ക് സ്ക്രീനറിൽ ആഡ് ചെയ്യേണ്ട കാര്യങ്ങളുടെ മീനിങ് ആണ് നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ട് റവന്യൂ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് എൻഡിൽ പുറകിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഓരോ പാരാമീറ്റേഴ്സും എടുത്ത് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിച്ചത്. അപ്പം ഇനി നമ്മൾ ഏത് സ്റ്റോക്കാണെങ്കിലും എടുത്തിട്ട് അതിൻ്റെ റവന്യൂ നോക്കുമ്പോഴത്തേനും അത് എങ്ങനെ നോക്കണം, അത് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു റവന്യൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ മറ്റ് ഏണിങ്സ് പെർ ഷെയർ എടുത്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഏണിങ്സ് പെർ ഷെയർ ലാസ്റ്റ് ടൈമിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഇത്രയും പാരാമീറ്റേഴ്സ് ഡിസ്കസ് ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഓക്കെ.